ചെയ്യുകയാണെങ്കിൽ ആ 9 ടൈപ്പ് ഇൻഫോ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആ 9 ടൈപ്പ് നമുക്ക് നേടണമെങ്കിൽ അതിന് കുറച്ച് എഫേർട്ട് ഉണ്ട്. കാരണം ഏതൊരു ഏതൊരാളുടെ വിജയിച്ച ഏതൊരു വ്യക്തിയുടെ സ്റ്റോറീസ് നമ്മൾ പരിശോധിച്ചാൽ അതിനകത്തൊരു പ്രയത്നത്തിന്റെ അല്ലെങ്കിൽ കഠിനമായ അധ്വാനത്തിന്റെ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കും അല്ലെ. പെട്ടെന്ന് നമ്മളെ പണക്കാരാക്കിയല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച ആ ലക്ഷ്യത്തിലൂടെ നമ്മൾ എത്തുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു പ്രയോറിറ്റി കൊടുക്കത്തില്ല. പക്ഷെ പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ അത് ഒരുപാട് തടസ്സങ്ങൾ മറികടന്നുകൊണ്ട് നമ്മൾ ആ ഒരു വിജയിക്കുമ്പോൾ ആ വിജയത്തിന് നമുക്ക് മാധുര്യം ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് വിജയത്തിന്റെ മാധുരി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അതിന് ഫസ്റ്റ് വേണ്ടത് ക്ഷമ തന്നെയാണ്. ആ ക്ഷമയോടുകൂടി നിങ്ങൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റുന്ന ഒന്നല്ല അല്ലേ. അതുകൊണ്ടാണ് മിക്കവാറും നമ്മൾ ഇതിൽ കണക്ട് ആകുന്ന ആൾക്കാർ ആ ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ പോലും തയ്യാറാവാതെ അവർ ഇതിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടാവും. കാരണം നമ്മൾ ഇതിനകത്ത് ആദ്യമായി വരുന്ന നമ്മളൊരു പ്രീ സ്കൂളിലെ ഒരു സ്റ്റുഡന്റ് ആണ്. ആ ഒരു പ്രീ സ്കൂളിലെ ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്നത് നമ്മളത് എന്താണ് ഓരോ ക്ലാസ്സുകൾ ജയിച്ചാണ് നമ്മൾ ഓരോ ഹയർ ലെവലിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇതിനകത്ത് നമ്മൾ അങ്ങനെ തന്നെയാണ്. ഒരു പ്രീ സ്കൂൾ സ്റ്റുഡന്റ് ആയിട്ട് ഇതൊന്ന് കേൾക്കാനും ഇതൊന്ന് മനസ്സിലാക്കാനും ഇതിനെക്കുറിച്ചൊന്ന് അറിവ് നേടാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. അതിന് കുറച്ച് ക്ഷമ കൊടുക്കുക, ഫസ്റ്റ് ചെയ്യേണ്ടത് അതാണ്. പിന്നെ അപ്ലൈൻ പറയുന്ന കാര്യങ്ങൾ, ഞാനും ഇതൊന്നും പ്രവർത്തിക്കുന്ന ഒരാളല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വിജയത്തിന് ഇത്രയും താമസം വന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ആ ക്ഷമ കൊടുത്ത് നമ്മളൊരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഏതൊരു കോഴ്സിനാവട്ടെ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രോബ്ലംസ് വരുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു കോഴ്സിന് ചേർന്ന് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് വന്നിരുന്നാലും നമ്മൾ അതെല്ലാം സൈഡിലുമാക്കി നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും നമ്മൾ ആ ഒരു സബ്ജക്റ്റുകൾ ആ ഒരു വിഷയങ്ങൾ ഏത് കോഴ്സാണ് അതിലുള്ള ആ ഒരു വിഷയങ്ങളെല്ലാം പഠിച്ച് നമ്മൾ റിസൾട്ട് നമ്മൾ നേടിയെടുക്കുന്നുണ്ടാവും അല്ലെ. അവിടെ ചുമ്മാതല്ല നമ്മൾ ആ ഒരു റിസൾട്ട് നേടിയെടുക്കുന്നുണ്ടാവുക. നമ്മൾ നല്ലതുപോലെ പഠിച്ചിട്ട് നല്ലതുപോലെ കഠിന പ്രയത്നത്തിലൂടെയാണ് നമ്മൾ ഏതൊരു കോഴ്സും നമ്മൾ വിജയിക്കുന്നുണ്ടാവുക. അപ്പൊ ഇതും ഒരു കോഴ്സായി കാണുകയാണ് എങ്കിൽ അപ്ലൈൻ അവിടെ ലെക്ചറർമാരാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഇവിടെ നമ്മുടെ അപ്ലൈൻസ് ആണ് ക്ലാസ് എടുക്കുന്നത്. കാരണം ആ അപ്ലൈൻസ് ക്ലാസ് എടുക്കുന്നത് എന്താണ്, അവര് വിജയിച്ചു വന്ന ആ പാതകൾ ആ വിജയിച്ചു വന്ന ആ എടുത്ത എഫേർട്ടുകൾ കുറച്ചും കൂടെ ലളിതമായ രീതിയിൽ നമുക്ക് വിജയിക്കാനുള്ള ഒരു ക്ലാസ്സുകൾ വിജയിക്കുവാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ട്രെയിനിങ്ങും ഓരോ ഇതുപോലുള്ള മീറ്റിങ്ങുകളും നമുക്ക് നടത്തുന്നത്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ക്ലാസ്സിന് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇവിടെ 1 രൂപ നമുക്ക് ചെലവില്ല. നമ്മൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഫോൺ നെറ്റ് ചാർജ് ചെയ്യുന്നത് എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് ആ ഡേറ്റ തീരുന്ന ആ ദിവസം തന്നെ കാരണം നെറ്റ് ചാർജ് ചെയ്യും. ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് യൂട്യൂബും വാട്സപ്പും ഫേസ്ബുക്കും മറ്റ് പിന്നെ ഇതൊന്നും ഇൻസ്റ്റാഗ്രാം ഇതിലൊന്നും കയറി നമുക്ക് നോക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയ ആഗ്രഹിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്, ഇങ്ങനെ നമ്മുടെ സമയം ഇതിനായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയെ നമ്മൾ കണക്ട് ആയിട്ടുണ്ട്. ആ കണക്ട് ആകുമ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ കേട്ടു. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താണ്, ആദ്യം പ്ലാൻ കേൾക്കുന്നു. പ്ലാൻ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും, ഓ ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ, ഇതിനകത്ത് വേറെ ഒന്നും പഠിക്കാനൊന്നുമില്ല. കാരണം ജസ്റ്റ് ഇതിനകത്ത് വരുന്നു അപ്ലൈയും പറയും നിങ്ങളൊന്ന് ഷോപ്പ് ചേഞ്ച് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഷോപ്പ് ചേഞ്ച് ഇത്രയും നാളും കോൾഗേറ്റും ക്ലോസപ്പും ഒക്കെ അല്ലേ ഉപയോഗിച്ചത്, ലൈസോളും ഒക്കെ ഉപയോഗിച്ചു. എന്നിട്ട് നമുക്ക് കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ. നമുക്ക് ചിലപ്പോൾ ഇനിയും ഇതിൽ നിന്നൊക്കെ വിട്ടുമാറുക അല്ലെങ്കിൽ ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്യുക, അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ എന്നായിരിക്കും നമ്മൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. എന്നാലും അപ്ലൈൻ പറഞ്ഞതല്ലേ എന്ന് കേട്ട് ചിലപ്പം പിന്നെ ചെന്ന് ഇതിനകത്ത് ആള് വേണമെന്ന് പറഞ്ഞു, എങ്കിൽ ശരി കുറെ പേരോട് ചെന്നങ്ങ് പറയാം എന്നും പറഞ്ഞ് എന്തുവാ നമ്മുടെ ഈ പ്ലാനിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ മൈൻഡിൽ എന്താ നമ്മൾ ആരോടൊക്കെ പറയണം എന്നായിരിക്കും ഫസ്റ്റ് ഈ പ്ലാൻ തീരുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്നത്. കാരണം ഇത്രയും ആൾക്കാരോടൊക്കെ പറഞ്ഞാൽ ഇവരെല്ലാം എന്നോട് ജോയിൻ ചെയ്യും എന്നും പറഞ്ഞ് ഓടി ഈ പ്ലാൻ കേട്ട നമ്മള് പകുതി ഇതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ ഓടി ചെന്ന് പല നല്ല നല്ല ആൾക്കാരായിരിക്കും നമ്മൾ ചെന്ന് നമ്മുടെ ആ ഒരു മണ്ടത്തരം കൊണ്ട് തന്നെ പല നല്ല ആൾക്കാരും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും. പിന്നീട് അപ്ലൈന്റെ നിർബന്ധ പ്രകാരം നമ്മൾ ചിലപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കും. ആദ്യം കുറച്ച് പ്രൊഡക്റ്റുകളായിരിക്കും. ഞാനും അങ്ങനെ തന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, അല്ല വേറൊന്നും കൊണ്ടല്ല. കാരണം ആരെയും പ്രത്യേകിച്ച് ഹറാസ് ചെയ്യുന്ന രീതിക്കല്ല ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ച അബദ്ധം നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിത്. കാരണം ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്, നമ്മള് പിന്നിട്ട വഴികൾ. കാരണം എന്നോടൊപ്പം ജോയിൻ ചെയ്ത ആൾക്കാരും അതോടൊപ്പം എന്നെ ഏറ്റവും കൂടുതൽ ഷായി സാറിനൊക്കെ ഞാൻ ചെയ്ത ഒരുപാട് മണ്ടത്തരങ്ങൾ സാറിന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കരുത് എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് നിങ്ങളോട് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ നമ്മൾ പ്ലാൻ കേട്ടപ്പോൾ നല്ല ആൾക്കാരായിരിക്കും, ചിലപ്പോൾ നമ്മൾ പറയുന്ന കേൾക്കുന്ന ആൾക്കാരായിരിക്കും.
അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മളുടെ കയ്യിൽ ഉത്തരവില്ല. കാരണം നമുക്കൊന്നും അറിയില്ല. നമ്മൾ 1 2 മീറ്റിങ്ങുകൾ മാത്രമായിരിക്കും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. നാട്ടിൽ ഇതുപോലെ ഒരുപാട് മണി ചെയിനും അതുപോലെ മറ്റ് കമ്പനികളും ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ മിക്കവാറും ചതിക്കുഴിയിൽപ്പെട്ട് ചിലപ്പോൾ പൈസ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. അപ്പൊ നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അവരൊന്നും നമ്മൾ എന്ത് ചെയ്യും, അതുപോലത്തെ കമ്പനിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ അവര് നെഗറ്റീവ് പറഞ്ഞ് നമ്മളെയും കൂടെ തളർത്തും. പക്ഷെ പിന്നീട് അവരിപ്പോ ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും നമ്മൾ ചിലപ്പോൾ എതിർത്ത് നിന്ന് സംസാരിക്കാൻ ശ്രമിച്ചാൽ പോലും ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് നമ്മളെ കീഴടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ അവർക്ക് കൊടുക്കാൻ മറുപടി ഉണ്ടാവില്ല. കാരണം നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ പകുതി മനസ്സോടുകൂടി നമ്മൾ അവരിൽ നിന്ന് ഇങ്ങി മാറുന്നുണ്ട്. പിന്നെ നമ്മൾ ചിന്തിക്കും ഇത് എന്നെ കൊണ്ട് പറ്റുമോ, അവര് പറയുന്നത് പോലെ ആയിരിക്കും എന്ന് നമ്മുടെ മനസ്സിൽ വീണ്ടും ഉണ്ടാവും. വീണ്ടും അപ്ലയൻസിന്റെ നിർബന്ധ പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, മിക്കവാറും ഇതിനകത്തുള്ളവരെല്ലാവരും വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരെല്ലാവരും ഞാൻ പറയുന്ന രീതിക്കായിരിക്കും. കാരണം അപ്ലയൻസ് നിർബന്ധ പ്രകാരമായിരിക്കും. കാരണം നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ലേ, ജോയിൻ ചെയ്ത് നിരന്തരം മെസ്സേജ് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് കയറിയിരിക്കുന്നുണ്ടാവും. എന്നിട്ട് വീഡിയോ ഓഫ് ചെയ്ത് ഒന്നീ സീരിയൽ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. പക്ഷെ മീറ്റിങ്ങിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടാവില്ല. അപ്പോ ഇവർക്ക് എന്താണ്, ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. കാരണം അപ്പൊ ഇവര് വീണ്ടും മനസ്സിലാക്കുന്നില്ല. വീണ്ടും മനസ്സിലാക്കാതെ എന്ത് ചെയ്യും, വീണ്ടും അപ്ലയൻസിൽ നിർബന്ധം ചെയ്യും. എന്നിട്ടോ അപ്ലൈൻ അങ്ങോട്ട് വിളിക്കേണ്ടതായിട്ട് വരും. ഇവർ ഒരു അപ്ലൈൻ ഒരു കണക്ടിവിറ്റി അപ്ലൈനോട് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ല. അപ്പൊ അപ്ലൈൻ അങ്ങോട്ട് വിളിച്ച് ഡെയിലി രാവിലെ വിളിച്ചുണർത്തുന്നുണ്ടാവും. നിങ്ങൾ ഗുഡ് മോർണിംഗ്, അപ്ലൈന്റെ ഗുഡ് മോർണിംഗ് ആദ്യം ചെല്ലും. പിന്നീടായിരിക്കും എന്താ ചെയ്യുക, പിന്നീടായിരിക്കും തിരിച്ച് ഡൗൺലൈൻ അപ്ലൈന്റെ ഗുഡ് മോർണിംഗ് വന്നല്ലോ എങ്കിൽ തിരിച്ച് ഒന്ന് ഓർമ്മ പുതുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ഡൗൺലൈൻ അങ്ങോട്ട് ഗുഡ് മോർണിംഗ്. മിക്കവാറും ഗുഡ് മോർണിംഗ് ഇടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ ഗുഡ് മോർണിംഗ് തിരിച്ചിടാത്ത ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. പക്ഷെ വീണ്ടും അവർക്ക് ഈ ഇത്രയും മീറ്റിങ്ങുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഇവർ ചിന്തിക്കുന്നില്ല. ഇവർക്ക് ചുമ്മാതിരുന്ന് പൈസ കിട്ടണം. പക്ഷെ അത് ഒരു കാരണവശാലും വെസ്റ്റീജ് ബിസിനസ്സിൽ നടക്കത്തില്ല. കാരണം റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ആരെയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് വാങ്ങിത്തരാമെന്നോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന വിന്നിംഗ് ടീം പറയുന്ന ഒരു സിസ്റ്റം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ റെഡിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ വേഗത്തിൽ ഗ്രോ ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ട്. കാരണം അത്രയ്ക്കും വലിയൊരു ബിഗ് ഓപ്പർച്യൂണിറ്റിയിലാണ് നിങ്ങൾ കണക്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കുക. ഒരു കോഴ്സായി കാണുക, ഒരു കോഴ്സായി കണ്ടുകൊണ്ട് നിങ്ങൾ ഇതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അപ്ലയൻസ് 2 മണിക്ക് അതുപോലെ 5 മണിക്കൊക്കെ പ്ലാൻ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട്. പുതിയ ആൾക്കാരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ എന്തെല്ലാം നൂതന മാർഗങ്ങൾ തേടുന്നുണ്ടാവും അല്ലേ? നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് ആണെങ്കിൽ അത് നമ്മൾ നഷ്ടത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ? അല്ലെങ്കിൽ അത് തുറക്കാതെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കട തുറക്കാതെയും അല്ലെങ്കിൽ ആ കടയിൽ പോകാതെയും അല്ലെങ്കിൽ യാതൊരു ബിസിനസ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ? അത് ആ ഒരു ബിസിനസ് നമ്മുടെ നാട്ടിൽ മാത്രമായിരിക്കും. അത് വേറൊരു സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഒന്നും ഉള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളൊരു ബിസിനസ് ആ സ്ഥലത്ത് ആ പ്രദേശവാസികളെ മാത്രം ആശ്രയിച്ചിട്ടായിരിക്കും നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ബിസിനസ് സ്ഥാപനം അവിടെ സ്ഥാപിച്ചിട്ടുണ്ടാവുക. അവിടെയും അതുപോലത്തെ അവിടെ നമ്മൾ മറ്റുള്ളവരുടെ ബിസിനസ് കണ്ടിട്ടുമല്ല നമ്മളവിടെ സ്ഥാപിച്ചിട്ടുണ്ടാവും. ഇപ്പൊ തൊട്ടപ്പുറത്തെ ഒരു കടയുണ്ട് എങ്കിൽ ആ കടയിൽ നല്ല വൻതോതിൽ ബിസിനസ് ഉണ്ട് എന്ന് കരുതി നമുക്ക് ഇപ്പുറത്തെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അതുപോലെ വരുമാനം ലഭിക്കണമെന്നില്ല. ശരിയല്ലേ? അപ്പൊ രണ്ട് കടയിൽ 2 തരത്തിലുള്ള ബിസിനസ് ആയിരിക്കും നടക്കുക. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇതും നമ്മൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് ഇടുന്ന ആ പ്രയോറിറ്റി, കാരണം അങ്ങനെ തന്നെയാണ് ഇതിനകത്ത്. നമ്മൾ ഒരു വ്യത്യാസമുള്ള ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കാണാനും സാധിക്കും. കാരണം എത്ര പേര് ജോയിൻ ചെയ്യുന്നു, എത്ര രൂപയുടെ ബിസിനസ് നടക്കുന്നു, എത്ര രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളൊരു ബിസിനസ് മൈൻഡിലല്ല കാണുന്നത്, മറിച്ച് നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഒരു എംപ്ലോയി ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ശരിയല്ലേ? ആ ഒരു എംപ്ലോയി ആകുമ്പോൾ നമുക്ക് ഒരു മാസത്തെ സാലറി കുറഞ്ഞു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് കമ്പനി പൈസ തന്നില്ല. നമ്മളിവിടെ എംപ്ലോയ്മെന്റ് ഇതിലോ അല്ലെങ്കിൽ നമ്മളെ കമ്പനി ഇന്റർവ്യൂ ചെയ്തിട്ടോ അല്ല നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. നമ്മളൊരു കോഴ്സ് കഴിയുകയാണെങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞ് ഏതൊരു കോഴ്സാലും തൊഴിലധിഷ്ഠിത കോഴ്സാലും എത്രയോ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്താലാണ് നമുക്കൊരു ജോലി ലഭിക്കുന്നുണ്ടാവുക. ആ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്താൽ പോലും ജോലി ലഭിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. നമ്മളൊക്കെ ഒരുപാട് പഠിച്ച ആൾക്കാരാണ്. ഞാനും സുഷിത മാഡമൊക്കെ ഒരുപാട് പഠിച്ച ആൾക്കാരാണ്. പക്ഷെ അതുപോലെ പഠിച്ച ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട് താനും. പക്ഷേ എന്നിട്ട് കൂടി നമ്മുടെ തലയിലെടുത്ത് ഇതാണ് നമുക്കൊരു ജോലി കിട്ടില്ല. ആ ജോലി കിട്ടാത്തത് ഇപ്പൊ നമ്മുടെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം അങ്ങനെ ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു ജോലിയുടെ ആ ഒരു പൈസ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ജീവിക്കുന്നുണ്ടാവുമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഒരു വരുമാനത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കില്ലായിരുന്നു. പക്ഷെ ആ ഒരു ജോലി കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ
വേറൊരു അതർ ഇൻകം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും എന്ന് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു കറക്റ്റ് ടൈമിലിങ്ങിലാണ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവമായിട്ട് നമ്മുടെ കൈകളിലേക്ക് വെച്ച് തന്നത്. ആ നമ്മുടെ കൈകളിലേക്ക് വെച്ച് തന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു ഇതെങ്ങനെ വളർത്തണം, ഇത് എങ്ങനെ കൊണ്ടുപോകണം. ഒരുപാട് പാളിച്ചകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഞാൻ വന്ന സമയത്താണ് ഒരുപാട് മണി ചെയിൻ നമ്മുടെ നാട്ടിലൊക്കെ വിപുലമായിട്ട് പടർന്നുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് കേട്ട വ്യക്തി കൂടിയാണ് ഞാൻ. ഒരുപാട് നെഗറ്റീവും ഒരുപാട് കളിയാക്കലും ഒരുപാട് പരിഹാസങ്ങളും ഒക്കെ കേട്ട വ്യക്തികളാണ് ഞാൻ. പക്ഷെ അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ആദ്യം ചിലപ്പോഴൊക്കെ പലപ്പോഴും വിഷമങ്ങൾ വന്നിട്ടുണ്ട്. റിസൾട്ട് വരാത്തപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം എന്റെ മൈൻഡ് തന്നെ നെഗറ്റീവ് ആയി പോയിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് കൂടി എവിടോ ഒരു വെളിച്ചം പോലെ ഷായിസാന്റെ ഒരു മെസ്സേജും അതുപോലെ തന്നെ വിജയിക്കണമെന്നൊരു മോഹവും എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത് തുടർന്ന് പോയി എല്ലാ മീറ്റിങ്ങുകളും കഴിവതും ഒരു മീറ്റിംഗ് പോലും ഞാൻ മിസ്സാക്കിയിട്ടില്ല. എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്തു. എന്റെ പൊടി മോനന്ന് 11 മാസമാണ് ഞാൻ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരുമ്പോ എന്റെ പൊടി മോന് അവനിന്ന് 3 വയസ്സാവുന്നു. ഈ 2-2.25 വർഷം കൊണ്ടാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നത്. അപ്പൊ അന്ന് എന്റേതായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. അത് ഇതുപോലെ എന്റെ ടീമിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ അവരുടെ കാര്യങ്ങളിൽ വലുതായിട്ട് ഇടപെടാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനോ ഒന്നും തന്നെ എന്നെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ബെസ്റ്റ് കറക്റ്റ് ടൈമിലാണ്. കാരണം ഒരുപാട് സമയങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങൾ എല്ലാവരും തന്നെ. അപ്പൊ നിങ്ങൾ ആ ഒരു ടൈം മറ്റ് ആക്ടിവിറ്റികളിൽ മുഴുകുന്നതിന് പകരം മറ്റ് പ്രോബ്ലംസിൽ കുടുങ്ങുന്നതിന് പകരം ആ പ്രോബ്ലംസ് എന്നും നമ്മുടെ ലൈഫിൽ നമുക്കൊന്നും നേടിത്തരത്തില്ല. പകരം നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വാല്യുബിൾ ആയിട്ട് ദൈവം തന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് രക്ഷപ്പെടണം, എന്റെ ഫാമിലിയെ രക്ഷപ്പെടുത്തണം, എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം, എന്നെ പരിഹസിച്ചപ്പോൾ എനിക്ക് തലയുയർത്തി പിടിച്ച് നിൽക്കണം, കാരണം നാളെ അവരെന്നെ ബഹുമാനിക്കുന്ന രീതിയിൽ എനിക്ക് ജീവിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് പ്രയോറിറ്റി കൊടുക്കുക. ഇത് എന്താണെന്ന് തിരിച്ചറിയുക, ഇതിനെക്കുറിച്ച് പഠിച്ചെടുക്കുക. നമുക്ക് ഈ പ്രൊഡക്റ്റ് തന്നെ നമുക്ക് 16 കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ നിങ്ങൾ ഏതിലെങ്കിലും ഒക്കെ നിങ്ങൾ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസ് വിജയിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നല്ലൊരു സ്പീക്കർ ആവാനുള്ള ഒരു അവസരം, നല്ലൊരു പ്രസന്റർ ആവാനുള്ള ഒരു അവസരം, നല്ല അറിയപ്പെടുന്ന ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് അറിയപ്പെടുന്ന ഒരു അവസരം എല്ലാം നിങ്ങളുടെ വിരൽ തുമ്പിൽ നിങ്ങളുടെ കൈകൾ. ഇത് പക്ഷെ ഒന്ന് തിരിച്ചറിയ സുഹൃത്തുക്കളെ, ദയവിച്ച് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം, ഇത്രയും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കൈകളിൽ കിട്ടിയിട്ട് എന്തിനു നിങ്ങൾ ഇത് കണ്ടില്ലെന്ന് നടിക്കണം? എന്തിനു ഇതിന് പ്രയോറിറ്റി കൊടുക്കാതിരിക്കും? നിങ്ങൾക്ക് ഇവിടെ 1 രൂപ നഷ്ടമില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുന്നില്ല, നിങ്ങളുടെ മഴ നനയുന്നില്ല, വെയിൽ കൊള്ളുന്നില്ല, യാതൊരുവിധ റിസ്കുമില്ല, വണ്ടിക്കൂലി മുടക്കണ്ട, യാത്രാക്ഷീണമില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരെയും ഏൽപ്പിക്കേണ്ട, നിങ്ങളെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരെ നോക്കിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ നിങ്ങളുടെ കൈകളിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ എന്തിനു മടിച്ചു നിൽക്കണം? ഇറങ്ങി വർക്ക് ചെയ്യൂ സുഹൃത്തുക്കളെ. നമ്മളിപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത്. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ആരോടും പറയാതെ ഇതിനെക്കുറിച്ച് ആരോടും ഒന്നും ഇപ്പോഴും പറയാൻ നമുക്ക് പേടിയാണ്. കാരണം ഞാൻ പറയുമ്പോൾ അവര് എങ്ങനെ റിയാക്ട് ചെയ്യും, അവര് എങ്ങനായിരിക്കും ഇതിന് മറുപടി പറയുന്നുണ്ടാവുക എന്നൊക്കെ ആയിരിക്കും. ഒരു കാര്യം മാത്രം ചിന്തിക്കുക, നമ്മളെ ചവിട്ടി താഴ്ത്താനും നമ്മളെ തളർത്താനും എല്ലാവരും ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മളെ ഞാൻ നിന്നെ വളർത്താം അല്ലെങ്കിൽ എന്ന് നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ ധൈര്യം പകർത്താൻ ആരെങ്കിലും ഉണ്ടാവുമോ? ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ നമ്മളോടൊപ്പം ഒരു മനുഷ്യനും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവൂ. അത് തിരിച്ചറിയുക, അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുക, അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ കയ്യിൽ കിട്ടിയ ഈ ഒരു മഹാഭാഗ്യത്തെ നിങ്ങൾ തിരിച്ചറിയും. ജസ്റ്റ് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ എല്ലാ മാസവും കുളിക്കും, പല്ല് തേക്കും, എന്തെല്ലാം പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങാം. അറ്റ്ലീസ്റ്റ് നമ്മളൊരു പനിയായിട്ടൊരു ഹോസ്പിറ്റലിൽ പോയാൽ പോലും തിരിച്ചു വരുമ്പോൾ നമ്മളെ കൈ നിറച്ച് കിറ്റുകൾ ഉണ്ടാവും. അവിടെ എല്ലാം നമ്മൾ ആർക്കെല്ലാം കൊടുക്കുന്നു, വഴിയോര കച്ചവടക്കാരെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കും. നമ്മൾ കണ്ടാലും പ്രത്യേകിച്ച് മലയാളികൾ എവിടെ എന്ത് കിട്ടിയാലും നമ്മൾ വാങ്ങുന്ന ആൾക്കാരാണ്. നമ്മുടെ കയ്യിൽ പൈസ, അവിടെ പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കത്തില്ല. നമ്മളെ വണ്ടിക്കൂലിക്കുള്ള പൈസ ചിലപ്പോൾ മാറ്റി വെച്ചിട്ട് ബാക്കി പൈസക്ക് ഉള്ളോ മൊത്തം തീർത്തിട്ടായിരിക്കും നമ്മൾ വീട്ടിൽ ചെയ്യുന്നത്. അവിടെ ഒക്കെ നമുക്ക് ചിലവാക്കാൻ പൈസ ഉണ്ട്. പക്ഷെ ഇത്രയും നല്ല ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ, നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകൾ, നിങ്ങൾ വിരൽത്തുമ്പിൽ നിങ്ങളുടെ എന്താ പറയാ കമ്പനി നേരിട്ട് വാങ്ങിക്കുമ്പോൾ അതിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അതാണ് സത്യം. പിന്നീട് നമ്മളൊരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ടായിരിക്കും അവിടെയും നമ്മൾ കമ്പനിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ടല്ല ഒരു വലിയ സൂപ്പർ മാർക്കറ്റുകൾ പോലും കച്ചവടം നടത്തുന്നത്. ഒരു ഹോൾസെയിലറായിരിക്കും ആ ഒരു ഷോപ്പിലൂടെ പല കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ വെച്ചിട്ടായിരിക്കും അവർ ബിസിനസ് നടത്തുന്നുണ്ടാവുക. അപ്പോ അവിടെ നമ്മളെ വീട്ടിലത്തേക്ക് നമ്മുടെ സ്വന്തം ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഹോൾസെയിലറുടെ വിലക്കാണ് നമ്മൾ ആ സാധനം നമ്മുടെ വീട്ടിലത്തേക്ക് എടുക്കുന്നുണ്ടാവുക. ഒരിക്കലും ഒരു കമ്പനി ഫ്രീ ആയിട്ട് നമുക്ക് തരില്ല.
മറിച്ച് അതിനുശേഷം നമ്മൾ MRP റേറ്റിന് കസ്റ്റമർക്ക് കൊടുക്കുന്നു. അതേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ നമ്മൾ ആ ഒരു DP പ്രൈസിൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് മോസ്റ്റ് ട്രസ്റ്റഡ് കമ്പനിക്കുള്ള അവാർഡ് കിട്ടിയ ആ ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് നമ്മുടെ ഹെൽത്തിന് പ്രയോജനകരമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുമ്പോൾ അത് നമുക്ക് വാങ്ങിക്കൊണ്ട് നമുക്ക് ഈ ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ കയ്യിൽ ഫ്രീ ആയിട്ട് വെച്ച് തരുമ്പോൾ ഇത്രയും വലിയ മഹാത്മ്യം നിറഞ്ഞ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്തിനാ സുഹൃത്തുക്കളെ കണ്ടില്ലെന്ന് നടിക്കുന്നത്? നിങ്ങളോട് ദൈവത്തിന് പ്രത്യേകിച്ച് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ ലോകത്ത് കോടാനുകോടി ജനങ്ങളുണ്ട്, അവർക്കൊന്നും കൊടുക്കാത്ത ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കൈകളിലേക്ക് വെച്ച് തരികയും അത് മാത്രമല്ല നമ്മൾ ഷായ് സാറിനെ പോലെ ഗ്രേറ്റ് ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ആ ഒരു മനുഷ്യന്റെ എന്താ പറയാ എത്ര സ്തുതിച്ചാലും മതിയായിരുന്നില്ല ആ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് വന്നു ചേരാൻ ഒരു അവസരം ദൈവം കൊണ്ടു തരികയും ചെയ്തു. അപ്പൊ ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്രയും നമ്മളെ വിജയിപ്പിക്കാൻ പറ്റിയ ഒരു ഓർഗനൈസേഷൻ കൂടെ നമ്മൾ കണക്ട് ആയി. അപ്പോ ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു മഹാ അനുഗ്രഹത്തെ നിങ്ങൾ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? അവരെ നിങ്ങൾ എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ വളർത്തി വലുതാക്കുന്നുണ്ടാവുക. എന്നിരുന്നാൽ പോലും ഇന്ന് പല മാതാപിതാക്കൾക്കും ഇന്ന് വൃദ്ധസദനത്തിൽ ആശ്രയിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? നമ്മളെ നാളെ കെയർ ചെയ്യും, നമ്മളെ നാളെ ശുശ്രൂഷിക്കും എന്ന് വിചാരിച്ച് നമ്മൾ വളർത്തുന്ന നമ്മൾ മക്കളെ ഇന്ന് എവിടാണ്? പല മാതാപിതാക്കളെയും കൊണ്ട് ചെന്ന് അവര് തിരിഞ്ഞുപോലും നോക്കാതെ അനാഥർക്കിടയിൽ കൊണ്ട് തള്ളുന്നു. ആ ഒരു അവസ്ഥ നമുക്കൊന്നും ഉണ്ടാവരുത്. നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കയ്യിൽ ഒരു പിടിവള്ളി ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവൂ? ഒരിക്കലും ഉണ്ടാവില്ല, അല്ലേ? അപ്പോ ഈ കയ്യിൽ കിട്ടിയ ഈ ഒരു അവസരം ദയവ് ചെയ്ത് നിങ്ങൾ തട്ടിക്കളയാതിരി. അത്രയ്ക്ക് ഇഷ്ടം ദൈവത്തിനുള്ളത് കൊണ്ടാണ് ഒരാൾ നിമിത്തം, ഒരു അപ്ലൈൻ നിമിത്തം, ഒരു മെസ്സേജിന്റെ രൂപത്തിൽ നമ്മളെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആക്കിയിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ വിന്നിംഗ് ടീം അനുശാസിക്കുന്ന നമ്മളെ സപ്പോർട്ടീവ് സിസ്റ്റമാണ് വിന്നിംഗ് ടീം. ഇത്രയും ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ കണക്ട് ആവുകയും വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഇത്രയും നല്ലൊരു സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും ഉണ്ട്. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ മുഖാന്തരമാണ് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്ത് അതിനുള്ള നമുക്ക് ഫ്രീ ട്രെയിനിങ് തരുന്നുണ്ട്. ഇത്രയും നാളും നിങ്ങൾ ഉറങ്ങിയില്ലേ? ഇത്രയും നാൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? എന്തെങ്കിലും നേട്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? കുറച്ച് നാൾ ഒരു 6 മണിക്ക് രാവിലെ നേരം വെളുത്ത് കാക്കയും കളി ഉണർന്നതിന് ശേഷമല്ലേ നമുക്കുള്ള 6 മണിക്കുള്ള നമ്മുടെ മിറാക്കിൾ മോർണിംഗ് ആരംഭിക്കുന്നത്? നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം. നമ്മൾ ഒന്നും നമുക്ക് നഷ്ടപ്പെടാതെ നമ്മൾ വിജയിക്കണം എന്ന് പറഞ്ഞാൽ ആരും ഇന്ന് വരെയ്ക്ക് ഈ ലോകത്തിൽ ഒരു അത്ഭുതവും അങ്ങനെ സംഭവിച്ചിട്ടില്ല. എഫേർട്ട് എടുത്തവൻ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുക്കുക. രാവിലെ 6 മണിക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണ് രാവിലെ 6 മണിക്ക് ഈ ഒരു മോർണിംഗ് CEP നടത്തുന്നത്. അല്ലെങ്കിൽ ഷായ് സാറിന് വേണ്ടി മാത്രമല്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പലരും ഞങ്ങളെ ഇത് ബാധിക്കുന്ന വിഷയമേ അല്ല, നിങ്ങൾക്ക് വേണേൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നൊരു മൈൻഡ് സെറ്റോടുകൂടിയാണ് പലരും ഇതിനകത്ത് ഗ്രോ ചെയ്ത് നടക്കുക. ഒരു അപ്ലൈനും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു അപ്ലൈനും ഒരു ഡൗൺലൈനെയും കാത്തു നിൽക്കത്തില്ല. കാരണം അവരൊരു ഓപ്പർച്യൂണിറ്റി, ഒരു മഹത്തായ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഒരു അപ്ലൈൻ മീറ്റിങ്ങിന് കയറണം എന്ന് പറയുമ്പോൾ എനിക്ക് കല്യാണമുണ്ട്, എനിക്ക് സിനിമ കാണാൻ പോകണം, അല്ലെങ്കിൽ എനിക്ക് പാലുകാച്ചിന് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഹോസ്പിറ്റൽ കേസുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോൾ അപ്ലൈൻ വിചാരിക്കും നിങ്ങൾ അല്ലെങ്കിൽ അടുത്ത ആള്. കാരണം അപ്ലൈന്റെ മനസ്സിൽ അപ്ലൈന് രക്ഷപ്പെടണം എന്ന ഒറ്റ വിചാരമേ ഉണ്ടാവും. അല്ല, അതിന് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു തരുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈനോടൊപ്പം പങ്കാളിയായിട്ട് കൂടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഇതിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ അന്ന് തൊട്ടേ പറയുന്ന ഒരു കാര്യമുണ്ട്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ആർക്കാണ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് അവര് കരഞ്ഞോണ്ടേയിരിക്കുക, അവര് കരയുക, അവർ അപ്ലൈനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാനാണ് ഷായ് സാറിന്റെ ഓർഗനൈസേഷൻ സാറിനെ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തിയ വ്യക്തി ഞാനാണ്. അത് സാർ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. കാരണം ആ ഒരു ശല്യപ്പെടുത്തലിലൂടെയാണ് ഞാനും ഇല്ലെങ്കിൽ ഞാനും എന്നെ ഈ ഷായ് സാറിനെ പോലെ ഒരു അപ്ലൈൻ എനിക്കില്ലായിരുന്നെങ്കിൽ എന്നേ ഞാൻ ഈ ഓർഗനൈസേഷൻ വിട്ടു. ഞാൻ കമ്പനിയെ കണ്ടിട്ടല്ല നിന്നിട്ടുള്ളത്, വിന്നിംഗ് ടീമിനെയും കണ്ടിട്ടല്ല നിന്നത്. ഷായ് സാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു കെയറിങ്ങിലാണ് ഞാൻ ഇതിനകത്ത് പിടിച്ചു നിന്നത്. സത്യം 100% സത്യസന്ധമായ വാക്കാണ് ഞാൻ ഈ പറയുന്നത്. ഷായ് സാർ എന്ന് പറയുന്ന ആ 2 കരങ്ങൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ആ ഒരു ഇതില് നമ്മൾ ഗ്രോ ചെയ്യുക. സാറ് പറയുന്ന കാര്യങ്ങൾ, ആ കമ്പനി പറയുന്ന സിസ്റ്റം തന്നെയാണ് സാറ് നമ്മളോട് പറയുന്നത്. അതിൽ നമ്മൾ ദേഷ്യമോ സങ്കടമോ വിഷമോ ഒന്നും തോന്നേണ്ട കാര്യമില്ല. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വഴക്ക് പറയില്ലേ, നമ്മളെ അടിക്കില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ നല്ല രീതിയിൽ വളരുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുക. ഒരു അപ്ലൈൻ നിങ്ങളെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എന്റെ വിജയം ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? എപ്പോഴും എന്റെ വിജയമല്ല, എന്റെ കൂടെ വന്നവരെ എങ്ങനെ എനിക്ക് വിജയിപ്പിക്കാൻ സാധിക്കും, അവർക്ക് എങ്ങനെ ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്ത് നമ്മൾ പ്ലാൻ പ്രസന്റേഷൻ പറയുന്നുണ്ട്, ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് എന്താണ്?
മറ്റുള്ളവരുടെ ഫാമിലിയിലേക്ക് നമ്മൾ വരുമാനം എത്തിച്ചു കൊടുക്കുക. അതിലൂടെ നമുക്കും ആനന്ദം ഉണ്ടാവും, അവർക്കും ആനന്ദം ഉണ്ടാവും, അവരുടെ പ്രാർത്ഥനയും നമ്മളുണ്ടാവും. ദൈവത്തിന്റെ മുന്നിൽ എന്താണ്, നമ്മൾ മഹാത്മാരാവും, വലുതാവും. ശരിയല്ലേ? അവരെ സഹായിക്കുക, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ കൂടെ വന്നവരെ കെയർ ചെയ്ത്, അവരൊരു അംഗൻവാടി സ്റ്റുഡന്റ് ആണ്, അവർക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്താണെന്ന് അവർക്ക് അറിയില്ല. അപ്പൊ നമ്മളെ കൂടെ വരുന്നവരെ കറക്റ്റ് ആയിട്ട് ഗൈഡൻസ് കൊടുത്ത്, കറക്റ്റ് ആയിട്ട് മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യിച്ച്, കറക്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാനായിട്ട് അവരെ അപ്ലയൻസിന്റെ കടമയാണ്. അതിനെന്ത് വേണം? അപ്ലയൻസ് ഇതിനകത്ത് ഉണ്ടാവണം. അതാണ് മെയിൻ റീസൺ. അപ്ലയൻസ് കൊണ്ടുവരുന്ന ആള് കറക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും താഴെ വരുന്നവർ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് എപ്പോഴും പറയുന്നത്, ഇത് ദൈവത്തിന്റെ സ്വന്തം ബിസിനസ് ആണ്. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് താഴെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം സിസ്റ്റമാറ്റിക് അല്ലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അതുകൊണ്ട് എന്റെ താഴെ വന്നവർ ആരും സിസ്റ്റമാറ്റിക് ആയിട്ടല്ലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഞാൻ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് പേര് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എനിക്കിതൊന്നും നഷ്ടമില്ല. കാരണം ഞാൻ ചെയ്യുന്ന എന്റെ ബിസിനസിന്റെ ടേൺ ഓവർ അനുസരിച്ച് എല്ലാ മാസവും കമ്പനി എനിക്ക് പൈസ തരുന്നുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഒരു മാസം പോലും എനിക്ക് മുടങ്ങിയിട്ടില്ല. ഈ മാസം ഒരു പക്ഷേ ഞാൻ ചെയ്തില്ല എങ്കിൽ, ഇവിടെ നമ്മളെ നിർബന്ധിച്ച് ആരും ഒന്നും ചെയ്തില്ല, നമുക്കൊരു ബോസ് ഇല്ല, നമ്മുടെ സ്വന്തം സ്ഥാപനം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് വളർത്തിയെടുക്കാം. അപ്പോ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് വളർത്തണമെങ്കിൽ നിങ്ങൾ അതിന് ആരെയാണോ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് അവരെ ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരെയും ആവശ്യമാണ്. ഇവിടെ നമ്മളെ നിയന്ത്രിക്കാനല്ല. നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെല്ലാം സ്ട്രെസ്സും സ്ട്രഗിളും അനുഭവിച്ചാണ് ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടാവുക. ആ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാലോ നമുക്ക് എന്തെല്ലാം പിന്നീടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ശരിയല്ലേ? ഒരു ലേഡീസ് ആണെങ്കിൽ പറയണ്ട, ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ബേർഡ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇന്ന് എല്ലാവരും കളിയാക്കിക്കൊണ്ട് പറയുന്ന ഒരു ഇതാണ്, ഞാൻ ആ മേഖലയെ കളിയാക്കുകയല്ല, തൊഴിലുറപ്പ് പദ്ധതിയാണ് ഏറ്റവും സുഖമായിട്ടുള്ള ജോലി എന്ന് പറയും. പക്ഷെ അതിനേക്കാൾ സുഖമുള്ള ജോലിയാണ് നമ്മുടെ ജോലി. കാരണം തൊഴിലുറപ്പ് സെന്ററിന് ഫോട്ടോ എടുക്കാൻ ഒരു സ്ഥലത്ത് പോകണം, ജോലി ചെയ്യാൻ വേറെ സ്ഥലത്ത് പോകണം, നമ്മുടെ ഈ കുന്താലിയും കൊണ്ട് പോകണം. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്നും യാതൊരു തരത്തില്ല. ഇതുപോലെ അണിഞ്ഞൊരുങ്ങി ഇരുന്നാൽ പോരെ, നല്ല അടിപൊളി ഒരുങ്ങാനുള്ള സൂപ്പർ പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അവിടെ അവര് മഴ നനയണം, വെയിലെങ്കിലും കുറച്ചെങ്കിലും കൊള്ളേണ്ടി വരും, കളക്കണം, വെട്ടണം, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനത്തെ ഒരു ജോലികളും ഇല്ലല്ലേ. ശരീരം അനങ്ങാതെ കഠിനാധ്വാനം ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഫോൺ എടുക്കുക, 10 പേർക്ക് മെസ്സേജ് അയക്കുക, വേണമെങ്കിൽ വരട്ടെ വേണ്ടെങ്കിൽ പോട്ടെ, ഒരു മെസ്സേജ് പോയാൽ ഒരു വർക്ക് കിട്ടിയാൽ ഒരു എന്താണ് ഒരു ലീഡർ അല്ലേ നമ്മുടെ താഴെ. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ, എന്ത് ലാഘവത്തോടെ നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പറക്കാനും നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനും ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കൈകളിലേക്ക് ദൈവം കൊണ്ട് തന്നിട്ടുണ്ട്. എന്തിനാണ് സുഹൃത്തുക്കളെ ഇനി മടിച്ചു നിൽക്കുന്നത്? അതുകൊണ്ട് ഈസി ആയിട്ട് എല്ലാവർക്കും, ഞാൻ ഈ അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഈ അടുത്ത സമയത്താണ് എനിക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. അതായത് ഞാൻ എന്ന് ലീഡർഷിപ്പിലോട്ട് വന്നു, എന്നും സിസ്റ്റം ഫോളോ ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയ, എന്ന് എന്റെ താഴെ വന്നവരെ എനിക്ക് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ആ ഒരു കഴിവ് നേടിയോ, എന്ന് ഞാൻ അവർക്ക് വേണ്ടി കാര്യങ്ങൾ തുടങ്ങിയോ, അന്ന് മുതലാണ് ഞാൻ ഗ്രോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ കൂടെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക, അവരോടൊപ്പം കൂടെ നിന്ന് വർക്ക് ചെയ്യുക, അവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിരന്തരം നമ്മുടെ ചെവിയിൽ ഒരാൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു വെളിച്ചം വീശും. ശരിയല്ലേ? അതുപോലെ നിങ്ങളുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അവരെ നിരന്തരം നിങ്ങൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് അവരെ വേണമെങ്കിൽ. കൂട്ടത്തിൽ അവരും ഗ്രോ ചെയ്യുന്നത് എന്ന് വെച്ച് നിങ്ങളുടെ സമയം അവർക്ക് വേണ്ടി ഒരിക്കലും പാഴാക്കി കളയരുത്. കാരണം അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുക്കുക. അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ടാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അടുത്ത ആളെ പിടിക്കുക. കാരണം ഒരാൾക്ക് വേണ്ടിയും പാഴാക്കി കളയാനുള്ളതല്ല നമ്മുടെ ലൈഫ്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ബിസിനസ് കമ്പനി തന്നിരിക്കും. ഒരു അപ്ലൈന്റെ, വീണ്ടും ഞാൻ പറയുന്നു, ഒരു അപ്ലൈന്റെ ഒരു ഡൗൺലൈന്റെ ബിസിനസ് അല്ല. നിങ്ങൾ കളഞ്ഞിട്ട് പോയാൽ അടുത്ത ആളെ അപ്ലൈൻ വേറെ തേടി പിടിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളെ ആരാണോ കണക്ട് ചെയ്ത് അവരെ ചേർത്ത് പിടിക്കുക, അവരെ വരിഞ്ഞു കൂറുക, എനിക്ക് വിജയിക്കണമെന്ന് അവരോട് പറയുക, കൂടെ ചേരുക. അപ്പൊ ബാക്കി എല്ലാ പ്രോബ്ലംസിനും വിട കൊടുക്കുക, നേരെ നമ്മുടെ ബിസിനസിന് പ്രയോറിറ്റി കൊടുക്കുക. നമുക്ക് നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സ്ഥാപനം തുടങ്ങിയെന്ന് തന്നെ വിചാരിക്കുക. ആ ഒരു സ്ഥാപനം എനിക്ക് വിജയിപ്പിച്ചേ മതിയാകൂ. എന്നെ കളിയാക്കിയവരുടെ മുന്നിൽ, എന്നെ പരിഹസിച്ചവരുടെ എനിക്ക് നെഞ്ചു വിരിച്ച് നിൽക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും വിജയിക്കാൻ തയ്യാറാവുക. ഇന്ന് വരെയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു, ഒരു പക്ഷിക്കുഞ്ഞ് പറക്കാൻ റെഡിയായാൽ മാത്രമേ പറക്കൂ അല്ലേ? അല്ലാതെ പറക്കാൻ പറ്റും. എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയാൽ ഒരിക്കലും അതിന് പറക്കാൻ കഴിയില്ല. അപ്പോ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് വേണം? പറക്കാൻ തയ്യാറാകും സുഹൃത്തി. നമുക്ക് ഇഷ്ടം പോലെ വിശാലമായ എന്താ പറയാ ഈ ലോകം തന്നെ നമുക്ക് പറക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പറക്കാൻ റെഡിയാകൂ സുഹൃത്തുക്കളെ, ചിറക് വിരിച്ച് പറക്കൂ. അപ്പൊ കൂടെ നിങ്ങളെ വളർത്താൻ ഒരുപാട് പേര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അപ്പൊ കൂടുതൽ പറയുന്നത് നമ്മുടെ അപ്ലയൻസിന് സംസാരിക്കണം.
അപ്പോ എന്റെ വാക്കുകൾ ഇത്ര നേരം കേട്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് നല്ലൊരു മാസിക് സക്സസും അതുപോലെ തന്നെ നല്ലൊരു ഗ്രോത്തും. നിങ്ങളുടെ ഫോട്ടോസ് ഇന്ന് എന്റെ ഫോട്ടോസ് ആണ് ഈ കഴിഞ്ഞ മാസം വന്നെങ്കിൽ ഈ മാസം വന്നെങ്കിൽ അടുത്ത നിങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോസ് കൊണ്ട് നമ്മളുടെ ഓർഗനൈസേഷന്റെ എല്ലാ ഗ്രൂപ്പുകളും നിറയണം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഒരു മാസിക് സക്സസിൽ എത്തണം. നമ്മൾ മനുഷ്യർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. എവറസ്റ്റ് കീഴടക്കിയില്ലേ മനുഷ്യര്. അതുപോലെ എന്തെല്ലാം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു ഈ ലോകത്ത്. അപ്പൊ നമുക്കും നാളെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ, നമുക്കും ചരിത്ര പുരുഷന്മാരാവാം. അപ്പൊ എല്ലാവരും നമ്മൾ ഒത്തുപിടിച്ചാൽ മലയും പോരും, ഒത്തുപിടിച്ചാൽ വെസ്റ്റീജ് നമ്മുടെ കൂടെ പോരും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒത്തുപിടിച്ചുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് വെസ്റ്റീജിൽ നിന്നുള്ള സകല ഇംഗങ്ങളും തൂത്തുവാരണം എന്ന ഒരു എന്ന ഒരു ലക്ഷ്യത്തോടെ എല്ലാവരും മാസീവ് സക്സസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2025 നമ്മൾ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു വർഷമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനത് ഉറച്ചു വിശ്വസിക്കുന്ന ആ ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എന്റെ ടീം അംഗങ്ങളോട് എല്ലാവരോടും ഞാൻ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. 2025 നമ്മൾ എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ വിപ്ലവം സൃഷ്ടിച്ചിരിക്കും. അപ്പൊ എന്നോടൊപ്പം എല്ലാവരും ഓക്കെയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങള് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ 2025 ഷാഹിസാന്റെ ഓർഗനൈസേഷൻ ഒരു വിപ്ലവം സൃഷ്ടിക്കുക തന്നെ ചെയ്യണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടെ ഒരുമിച്ച് പറക്കാം സുഹൃത്തുക്കളെ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു മാസിക് സക്സസ് ആശംസിക്കുന്നു. ശുഭരാത്രി നേരുന്നു. താങ്ക് യു ആൾ. വിഷ് താങ്ക് യു സോ മച്ച്. ഷാജി സാർ പോവല്ലേട്ടാ, സമയം കുറച്ചുകൂടി ഉണ്ട്. ഷാജി സാറ് സംസാരിക്കാൻ അവസരം തരാം. ഇത് എന്താ ഇത് അല്ലെ? ഈ ഒരു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അപ്ലൈയും കൂടിയാണല്ലോ. എന്താ പറയാ ഉദ്ദേശിക്കുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല സുഷിത, ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിൽ നിന്ന് പറഞ്ഞാൽ മതി എന്നല്ലേ. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെട്ടെന്ന് വെസ്റ്റീജിൽ വന്നു, ഒരു 2 മാസം കൊണ്ട് വലിയൊരു സക്സസ് നേടിയെടുത്തെങ്കിൽ നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഉണ്ടാവില്ല അല്ലെ. പക്ഷെ നമ്മുടെ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പതിയെയാണ് നമ്മുടെ 2 ലീഡേഴ്സും ഗ്രോത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും പറയാനായിട്ട്. ഞാൻ ഒരു ഫിസിക്കൽ മീറ്റ് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ ഒരു ലീഡർ പറയുന്നത് കേട്ടു, വന്ന് 1 മാസത്തിനുള്ളിൽ ക്രൗൺ ആയവരുണ്ട്, 2 മാസത്തിനുള്ളൊക്കെ ക്രൗൺ ആയവരുണ്ട് അല്ലെ. പക്ഷെ അവർക്ക് എന്താണ്, ഞങ്ങൾ വന്നു വെസ്റ്റീജിൽ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു, ഞങ്ങൾ ക്രൗൺ ആയി. അവിടെ എന്താണ് എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്യാനുള്ളത്. പക്ഷെ ഇവിടെ അവർ പിന്നിട്ട വഴികളെല്ലാം നമ്മളിലേക്ക് തന്നുകൊണ്ട് ഒരുപാട് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. താങ്ക് യു സോ മച്ച് ബീമ മാഡം. എല്ലാവർക്കും ഇപ്പൊ ഇതിലെ മെസ്സേജുകളൊക്കെ കണ്ടാൽ അറിയാം, എല്ലാവരും ഭയങ്കര ഹൈലി എനർജറ്റിക്കലാണ് നിൽക്കുന്നത്. ആരെങ്കിലും ഒരു ചെറിയൊരു സംശയത്തോട് കൂടിയിട്ട് ഈ ഒരു ബിസിനസ് ഈ ഒരു മീറ്റിംഗിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവരും ഹൈലി എനർജറ്റിക് ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ക്ലോസിംഗ് സെഷന്റെ ആവശ്യമുണ്ടോ? വേണോ ക്ലോസിംഗ് സെഷൻ? പക്ഷെ എന്താ ചെയ്യാലേ, നമ്മുടെ ഓർഗനൈസേഷന്റെ ഹെഡ് അവിടെ ഹോസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോ സാറിനെ ഇൻവൈറ്റ് ചെയ്യാതെ പോകുന്നത് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളൊരു തേക്കിൻകാട് മൈതാനത്തിൽ വന്നിട്ട് കുറച്ച് പൂരമൊക്കെ കണ്ടു. പക്ഷെ അതിന്റെ വെടിക്കെട്ട് കൂടെ കേൾക്കണം അല്ലെ. വെടിക്കെട്ട് കൂടെ കേട്ടാൽ മാത്രമാണ് നമ്മുടെ ആ പൂരത്തിനൊരു സമാപ്തി ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഷാജി സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഷാജി സാറിനെ പ്രത്യേകം ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എങ്കിൽ കൂടെ ഞാൻ പരിചയപ്പെടുത്താണ്. ഷാജി സാറ് നമ്മുടെ ഓർഗനൈസേഷൻ ഹെഡാണ്, ഇന്റർനാഷണൽ മാർക്കറ്റിംഗിൽ ക്രൗൺ ഡയറക്ടർ ആണ്. ഇനി ഫസ്റ്റ് ഇന്റർനാഷണൽ DUCD ആവാൻ പോകുന്ന വ്യക്തി കൂടിയാണ്. സാറിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു സുഷിത. വളരെ സന്തോഷമുണ്ട്. ഒന്ന് MC തൊട്ട് തന്നെ പറയാം, വെറൈറ്റി MC ആയിരുന്നു. പവർഫുൾ എനർജറ്റിക് MC ആണ്. അതോടൊപ്പം തന്നെ ബീമാ മേഡം എന്നോട് ഇന്ന് പറഞ്ഞു, സാറേ എനിക്കൊന്നും സംസാരിക്കാനില്ല, കഴിഞ്ഞ ആഴ്ച എല്ലാം പറഞ്ഞു കഴിഞ്ഞു, എന്താ പറയാണ്ട് ചോദിച്ചപ്പോൾ ഞാൻ വെച്ചാൽ 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് വെച്ചത്. അപ്പോൾ ഞാൻ വെച്ചൊരു 3-4 സ്പീക്കർ വെക്കേണ്ടി വരുമെന്ന് വിചാരിച്ചായിരുന്നു. ഇത് വെക്കാതെ നന്നായി, വെച്ചിരുന്നെങ്കിൽ ആ വിളിച്ച വ്യക്തിക്ക് വിഷമായി പോയാൽ. ഓക്കെ, വളരെ സന്തോഷം. ഇത് നമ്മൾ വിചാരിക്കുന്നത് ബീമാ മാഡം ഒന്നും പ്രിപ്പയർ അല്ലാതെ എന്താ വെച്ചാൽ സത്യസന്ധമായ വാക്കുകളാണ് ഇപ്പം വന്നിരിക്കുന്നത്. 2 വർഷത്തിൽ കൂടുതലായി ഈ ബിസിനസ്സിൽ വന്നിട്ട്. ഇപ്പം ഇതിൽ വന്നിരിക്കുന്ന പല ആൾക്കാരും ഇപ്പോൾ ആദ്യമായിട്ട് വന്ന ആൾക്കാരായിരിക്കില്ല. 1 ദിവസമോ 2 ദിവസമോ ഒരാഴ്ച 1 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ ആയിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ടെങ്കിൽ എല്ലാവരോടും കൂടി പറയാണ്, ഈ ആ ക്ഷമയിൽ ഒരു വ്യക്തിക്ക് ക്ഷമയുണ്ടെങ്കിൽ ഈ അവസ്ഥയുണ്ടാവാം. ക്ഷമയോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അല്ലാതെ നമ്മൾ 1 മാസം കൊണ്ട് എല്ലാം നേടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ഇന്ന് ഈ വന്ന വാക്കുകൾ കംപ്ലീറ്റ് അവർ സ്വപ്നം കണ്ട് നേടിയെടുക്കാൻ സാധിച്ചത് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഇതൊരു ട്രെയിലറാണ് ഇപ്പം വന്നിരിക്കുന്നത് കേട്ടോ. ഈ വന്നിരിക്കുന്ന വാക്കുകൾ കംപ്ലീറ്റ് ഇപ്പം 35-40 മിനിറ്റ് സംസാരിച്ചത് ഒരു പടം ഇറങ്ങാൻ പോവാണ്, അതിൻ്റെ ട്രെയിലറാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. 15-20 മിനിറ്റിൻ്റെ ട്രെയിലറാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്.
ഇനി വരാൻ പോകുന്നതൊക്കെ ഞാൻ ആക്ച്വലി കുറേ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ് 100 ആവുമോ എന്നുള്ളത്. എന്തിനാണ് നോക്കിയെന്ന് വെച്ചാൽ നമ്മളൊരു സ്വപ്നമാണ് 100 പേർക്ക് 25,000 രൂപ വരുമാനം വാങ്ങിക്കുക എന്നുള്ള സ്വപ്നത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 25,000 രൂപയുടെ വരുമാനം 100 പേർക്കും 1,00,000 രൂപയുടെ വരുമാനം വാങ്ങിക്കുന്ന 25 പേരും സെറ്റാക്കിക്കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓർഗനൈസേഷൻ. അതിൽ നിങ്ങളുണ്ടോ? എത്ര ആൾ? ഈ 100 പേരാണ് ഞാൻ മനസ്സിൽ കണ്ടത്. അപ്പോൾ 95 കിടന്നങ്ങ് നിൽക്കുക, എന്നാലും അപ്പുറം പോകുന്നില്ല. കുറേ സമയം നോക്കി. ഓക്കെ, 95 പേരുണ്ടായിരുന്നു. കുറേ ആൾക്കാർ വീണ്ടും ഇറങ്ങിക്കൊണ്ട്, ആരും ഇറങ്ങണ്ട കേട്ടോ, ഞാൻ 10 മിനിറ്റ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും. ഇന്ന് അധികമൊന്നും എനിക്ക് പറയാനില്ല, കാരണം ഒരുവിധം എല്ലാ കാര്യങ്ങളും ഭീമ മാഡം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ആദ്യം നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ, കുറേ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഇവർ പറയാണ്, ആദ്യം ഈ ഒരു സംഭവത്തെ ഒന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എല്ലാവരും ഇവിടെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ തയ്യാറായ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഞാൻ ഇതിൽ വന്നിട്ട് 3 വർഷം 4 മാസമായി. ആ സമയം തൊട്ടിട്ട് ഞാൻ പല ആൾക്കാരോടും പറയാറുണ്ടായിരുന്നു ഈ വാക്ക് തന്നെ. 25,000 രൂപയുടെ വരുമാനവും കാർ ഫണ്ട് അച്ചീവറും ആക്കാം എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാറുണ്ട്. പക്ഷേ പഠിക്കലെത്തുന്ന സമയത്ത് അവർ കലമടച്ചൊരു പോക്കാം. അവർ ആ സമയമാകുമ്പോൾ കാണില്ല. വരുമാനത്തിന് അടുത്തെത്തുന്ന സമയത്ത് കളഞ്ഞു പോകുന്ന ആൾക്കാരാണ്, ക്ഷമയില്ലാതെ. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ക്ഷമയോടെ കാത്തിരുന്ന 1-2 ലീഡേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട്. അവരൊക്കെ ആ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സുഷിതി ആയിക്കോട്ടെ, സുഷിതിയും ഏകദേശം 1 വർഷമായി ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ വരുമാനത്തിലെത്താൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഭീമ മാഡം അവർ ആഗ്രഹിച്ച വരുമാനം എത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ എനർജിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത മാസം കുറേ പുതിയ ആൾക്കാരുടെ ഫോട്ടോസ് നിങ്ങളെല്ലാവരും ഫോട്ടോ എടുത്ത് അയച്ചെന്നാൽ മതി. നിങ്ങളെ ഫോട്ടോ എപ്പോൾ ഇടേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഞാൻ പോസ്റ്റർ റെഡിയാക്കി വെക്കും. ഒരാഴ്ച വല്ല 1 മാസം മുന്നേ ഫോട്ടോ അയച്ചിരുന്നാൽ അടുത്ത മാസം ക്വാളിഫൈ ചെയ്യാറുണ്ട് കേട്ടോ. ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ലൊരു ഫോട്ടോ എടുത്ത് അങ്ങ് അയച്ചു ചെയ്ത് ഞാൻ പോസ്റ്റർ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഏത് പിന്നാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇപ്പം യാതൊരുവിധ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഒരു പിശുക്കും ഇവിടെ ഇല്ല നമ്മുടെ ടീമിൽ. പണ്ട് പിശുക്കായിരുന്നു ക്വാളിഫിക്കേഷനെങ്കിൽ ഇന്ന് പിശുക്കില്ലാത്തൊരു ക്വാളിഫിക്കേഷൻ, പിശുക്കില്ലാത്തൊരു വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളം ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് നമ്മളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്നത് കുറേ പൈസ ചിലവാക്കണം, വണ്ടിക്കൂലി കൊടുക്കണം, അവിടെ ഇവിടെയൊക്കെ കറങ്ങിപ്പോകണം, ആൾക്കാരെ കാണാൻ പോകണം, ആൾക്കാർ മീറ്റ് ചെയ്യണം, പെട്രോൾ അടിക്കണം, പല എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഇവിടെ 1 രൂപ പോലും കൊടുക്കാതെ എല്ലാ പണിയും ചെയ്തുകൊണ്ട് ഒന്ന് ഡ്രസ്സ് മാറി അങ്ങ് ഇരുന്നാൽ മതി. മേലെ മാത്രം നല്ല ഡ്രസ്സ് മതി, താഴെ വേണ്ട. മനസ്സിലായില്ലേ? ഈ ഒരു സൂമിന് മുമ്പിൽ ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ വൈഫിനോട് പറയാറുണ്ട്, എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം എന്നെക്കുറിച്ച്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇത്ര മാത്രമേ അവർ കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വഭാവം അവർക്ക് അറിയില്ല എന്ന് എന്നോട് വൈഫ് ഒന്നും കളിയാക്കാറുണ്ട്. അപ്പോൾ ഈ സൂം മീറ്റിങ്ങിലൂടെ നമുക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു റിസ്ക്കും ഇല്ല. ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു എനർജി വരില്ല കേട്ടോ. എനിക്ക് സൂം മീറ്റിങ്ങിൽ മാത്രമേ ഈ എനർജി കിട്ടാറുള്ളൂ. ഞാൻ ഫിസിക്കൽ മീറ്റിംഗ് 2-3 ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് എനർജി കിട്ടുന്നില്ലായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സൂം മീറ്റിങ്ങിലൂടെ 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ആളായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടെ ആഗ്രഹമുണ്ടെങ്കിൽ കമൻ്റ് അടിച്ചോ, ഞാൻ ആ പേരോട് ടൈപ്പ് ചെയ്യുന്നുണ്ടോ. നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരുമാനം ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ്റെ കൂടെ നിങ്ങൾ ആരും ഇല്ലെങ്കിൽ ഞാനുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ വണ്ടിയിൽ കയറിയിരിക്കുക, ആ സീറ്റിൽ 10, 20, 50 ആക്കുമ്പോൾ കയറിയിരിക്കാൻ പറ്റുന്ന സീറ്റാണ്. അത്രയും വരുമാനം ഇതിനകത്ത് വാങ്ങിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ്സിന് എൻ്റെ ലൈഫിൽ ഈ ഇത്രയും പ്രായത്തിനിടയിൽ ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തിനും ചെയ്തിട്ടില്ല. ഒരു കാര്യത്തിനും ഇത്രയും സിൻസിയറായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടില്ല. കാരണം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ അടുത്ത ലീവ് വരുന്നത് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരെ. എപ്പോഴാണോ ലീവ് വരുമോ, അല്ലെങ്കിൽ ഈ ഓണം ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, എന്ത് വന്നാലും നമുക്കൊരു ലീവ് കിട്ടും. ഞായറാഴ്ച വരാണ്ട് കാത്തിരിക്കാറുണ്ടല്ലേ. ഈ ബിസിനസ്സിൽ വന്നിട്ട് 3.5 വർഷമായിട്ട് ഞാൻ ഞായർ ഏതാണോ തിങ്കൾ ഏതാണോ ഒന്നും നോക്കാറില്ല. മീറ്റിങ്ങിൻ്റെ ഡേറ്റ് മാത്രമേ നോക്കാറുള്ളൂ. കാരണം അത്രയ്ക്കും കമ്മിറ്റഡ് ആയിട്ടാണ് ഈ ബിസിനസ്സിനെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പല ആൾക്കാരും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പല ആൾക്കാരും മാത്രം എന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ കുറേ ആൾക്കാർ ഇപ്പോഴും ഇതിന് ഓണം കഴിഞ്ഞ്, വിഷുവും കഴിഞ്ഞ്, സംക്രമം കഴിഞ്ഞ്, കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇയാൾ കുറേ ആയില്ലേ മെസ്സേജ് അയക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുള്ളൂ, ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ, കുറേ സന്തോഷങ്ങൾ മാറ്റിവെക്കാൻ സാധിക്കുവാണെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? അതാണ് ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത. ഇന്ന് എൻ്റെ മകൻ കുറച്ച് മുന്നേ ചോദിച്ചു, അച്ഛാ ഇന്ന് മീറ്റിംഗ് ഒന്നും വേണ്ട അച്ഛാ, മതി, കുറേ ആയില്ലേ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. ഞാൻ അവനോട് വെച്ചാൽ നീ ഇത്രയും ദിവസം ചിത്രം വരച്ച ആ കാർ നമുക്ക് വാങ്ങിക്കണ്ടേ? അവൻ മെർസിഡീസ് ബെൻസ് എപ്പോഴും വരച്ചുകൊണ്ടിരിക്കും, എല്ലാ ദിവസവും വരച്ചുകൊണ്ടിരിക്കും, എനിക്ക് കൊണ്ടുതരും. പെൻസിൽ കൊണ്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സ്വപ്നമാണ് അത് വാങ്ങിക്കുക എന്നുള്ളത്. മെർസിഡീസ് ബെൻസ് വാങ്ങിക്കാൻ നമുക്ക് ഈ ബിസിനസ്സിലൂടെ സാധിക്കുന്നുണ്ടാവും. ഇന്ന് തെലുങ്കാന എന്ന സംസ്ഥാനത്ത് അവരുടെ ഓരോ മാസം ഒരു മെർസിഡീസ് ബെൻസ് വാങ്ങിക്കും അവരുടെ ടീമിൽ. ഓരോ ദിവസം ലക്ഷറി കാറുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് തെലുങ്കാന ടീം. അവരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു മെർസിഡീസ് ബെൻസിന്റെ കീ കൊടുക്കുക എന്നുള്ളതാണ്. അത്രക്കും ഡ്രീമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്ന് എനിക്ക് സുരേഷ് സാറാന്ന് തോന്നുന്നു മെസ്സേജ് അയച്ചു, ഒരാളുടെ വെസ്റ്റീജിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അയാളോട് ഞാൻ വെസ്റ്റീജിൽ വളരെ 20 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ആളെന്ന് പറഞ്ഞു.
ഹൈദരാബാദിലാണ്. 20 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ആളാണ് ഹൈദരാബാദിൽ. അപ്പോൾ ആ ലെവലിലേക്കാണ് ആ സംസ്ഥാനത്തൊക്കെ ബിസിനസ് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മളെ ഗൗതം പാലി സാർ കേരളത്തിൽ വന്ന സമയത്ത് സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, ഹൈദരാബാദ് സംസ്ഥാനത്ത് ഏകദേശം 80% ആൾക്കാർ വെസ്റ്റീജ് സീരിയസ് ആയി ചെയ്യുന്ന ആൾക്കാരാണ്, ബാക്കി 20% ആൾക്കാർ മാത്രമേ വെസ്റ്റീജിനെ കുറിച്ച് അറിയാണ്ടുള്ളൂ. പക്ഷേ കേരളത്തിൽ വെറും 5% ആൾക്കാർ മാത്രമേ വെസ്റ്റീജ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള 95% ആൾക്കാരും വെസ്റ്റീജിനെ കുറിച്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ആ 95% ആൾക്കാരും ഇപ്പം ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ കീഴിലേക്ക് വരാൻ പോകുമെന്ന് പറഞ്ഞു. വെസ്റ്റീജ് കമ്പനിയെ കേരള ഗവൺമെന്റ് അപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യാൻ വേണ്ടി പറയാൻ പോകുന്ന സമയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലെവലുള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ് കമ്പനി. ഇന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവും, വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ച് വെറും സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ടാണ് നമ്മൾ മടിച്ചു നിൽക്കുന്നത്? ഇതിൽ പല ആൾക്കാരും നേരത്തെ സുഷിത പറഞ്ഞ പോലെ ചിലപ്പോൾ എൻ്റെ വാക്ക് കേട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയിട്ട് തോന്നുന്നുണ്ടാവും. ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കറും അല്ല കേട്ടോ, എനിക്ക് അങ്ങനെ മോട്ടിവേഷൻ ചെയ്യാൻ ഒരു കഴിവും എനിക്കില്ല. ഈ പറയുന്ന വാക്കുകളൊക്കെ ഇതിൽ അറിയാണ്ട് വന്നു പോകുന്നതാണ്. ഇന്നിപ്പോൾ ഭീമാമയുടെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഇന്ന് കുറച്ച് മുന്നേ മീറ്റിംഗ് തൊട്ട് മുന്നേ വരെ സംസാരിക്കാൻ പറ്റില്ല പറഞ്ഞ ആളാണ്. ഇത്രയും എനർജറ്റിക്കായിട്ട് സംസാരിച്ചെങ്കിൽ ഇത് അറിയാതെ വരുന്ന വാക്കുകളാണ്. അത് വരണമെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിനെ വെസ്റ്റീജ് എന്നൊരു ബിസിനസ് നമ്മൾ അകത്തോട്ട് കയറണം, ഉള്ളിലോട്ട് വരണം. എന്നാൽ മാത്രമേ അത് വരുള്ളൂ, പുറത്തോട്ട് നമ്മുടെ വായിൽ നിന്ന് വരുള്ളൂ. വെസ്റ്റീജിനെ നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വെസ്റ്റീജിൻ്റെ ഒരു സമയം കണ്ടെത്താൻ ശ്രമിക്കുക. എത്രയെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ട സമയം. 24 മണിക്കൂറാണ് എല്ലാ മനുഷ്യനും ദൈവം കൊടുത്തിരിക്കുന്നത്. ആ 24 മണിക്കൂർ എവിടെ പ്രയോറിറ്റി കൊടുക്കണം എന്ന് നിങ്ങൾ തിരിച്ചറിയുക. 1-2 മണിക്കൂർ കുറഞ്ഞത് 1-2 മണിക്കൂർ ഈ ബിസിനസ്സിൽ മാറ്റിവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ബിസിനസ് വരുന്ന സമയത്ത് 10 മിനിറ്റ് പോലും എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് ഇരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ നേരിട്ട ഒരാളായിരുന്നു, ഒരുപാട് പ്രോബ്ലംസ് വന്ന ഒരാളായിരുന്നു. ആ സമയത്ത് എങ്ങനെയെങ്കിലും ഒരു 2 മണിക്കൂർ കൂടെ എക്സ്ട്രാ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സാമ്പത്തിക പ്രശ്നം സോൾവ് ആക്കാമെന്ന് വെച്ചാൽ രാത്രി ഞാൻ 8:30 വീട്ടിലെത്തിയതിന് ശേഷം വീട്ടിൽ നിന്ന് വീണ്ടും ഞാൻ പണിക്ക് പോയിട്ട് രാത്രി 12 മണിക്ക് വീട്ടിൽ കയറി വരുന്ന ആളാണ്. ആ സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിലേക്ക് വന്നത്. ആ സമയത്ത് ഒരു LIC-കാരനെ പോലെ എൻ്റെ വീട്ടിലേക്ക് ബാഗ് കൊടുത്ത ഒരാളെ ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് വന്നതാണ്. യാദൃശ്ചികമായിട്ട് ഒരു കോള് മാറിപ്പോയ സമയത്ത് വന്ന സമയത്ത് ഇത് കണ്ടത് ഞാൻ ഒരു കാര്യം ഇഷ്ടമില്ലാതെ അദ്ദേഹത്തിന് പറഞ്ഞു, എനിക്കൊരു 10 മിനിറ്റ് പോലും മാറ്റിവെക്കാൻ സമയമില്ല പറഞ്ഞാൽ എൻ്റെ കുട്ടികളോട് കളിക്കാൻ പോലും എനിക്ക് 10 മിനിറ്റ് ഇല്ലയെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് ഇത്രയും ഫുൾ ടൈമായിട്ട് വേസ്റ്റേജിൽ വരാനുള്ള കാരണം ആ കമ്പനിയുടെ പവറാണ്. അത്രക്കും വലിയൊരു കമ്പനി ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇത്രയും സീരിയസ് ആയി വന്നത്. 10 മിനിറ്റ് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ ഇന്ന് ക്രൗൺ ഡയറക്ടർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും, എത്ര വീട്ടമ്മമാർക്കുണ്ടാവും ഒരു 3-4 മണിക്കൂറെങ്കിലും ബാക്കി കിടക്കുന്നുണ്ടോ? വീട്ടിലെല്ലാ ജോലിയും കഴിഞ്ഞാൽ, മക്കൾ സ്കൂൾ പോയി കഴിഞ്ഞാൽ, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2-3 മണിക്കൂറൊക്കെ ഫ്രീ ആയി കിട്ടുന്ന സമയം വെറുതെ അപ്പുറം ഇപ്പുറം പോയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സമയം വേസ്റ്റ് ആക്കാതെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആരുടെയെങ്കിലും റീല് കണ്ടിട്ട് അവർക്ക് ലൈക്ക് അടിച്ച് കൊടുത്തിട്ട് എന്ത് പ്രയോജനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? ഇപ്പം ഭീമാ മേഡം വെസ്റ്റീജ് ബിസിനസ്സിനെ കുറിച്ച് ഒരു വീട്ടമ്മയായിരുന്നു, സാധാരണ ഒരു വീട്ടമ്മ വെസ്റ്റീജിനെ കുറിച്ച് ഓൺലൈനിലൂടെ കുറേ വ്യക്തികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് 30,000 വരുമാനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്താ സാധിക്കൂലേ? ഭീമാ മേഡത്തിനേക്കാളും കഴിവുള്ള ആൾക്കാർ എത്ര ആൾക്കാരുണ്ട്, എത്ര വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇതിനകത്തുണ്ടാവും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ എത്രയും നന്നായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ പോലും അറിയില്ല, നിങ്ങൾക്കൊക്കെ അതൊക്കെ അറിയാലോ. അതുവഴിയൊക്കെ ഈ ബിസിനസ് എത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. പണ്ടത്തെ പോലെ അല്ല, ഇപ്പം ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ആവശ്യമുണ്ട്. കാരണം ഇപ്പം കിട്ടുന്ന ശമ്പളം വളരെ തുച്ഛമായ ശമ്പളമാണ്, പക്ഷെ നമ്മുടെ ചെലവ് അങ്ങനെയല്ല. എല്ലാ ആൾക്കാരും സ്ട്രഗിൾ ലൈഫിലാണ് ഉള്ളത്. ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. വീട്ടമ്മമാർക്ക് ആകുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല, കാരണം സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ മക്കളെ എടുക്കണം, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ ആ ഒരു കുറച്ച് സമയം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഏരിയയിൽ ഏറ്റവും നല്ല റിച്ചായി മാറാൻ സാധിക്കുന്നുണ്ടാവും. അതിന് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ന് ജോയിൻ ചെയ്ത ആൾക്കാർ, ഇപ്പോൾ കഴിഞ്ഞ മാസം ജോയിൻ ചെയ്ത ആൾക്കാർ, ഇപ്പോൾ ഞാൻ എന്നും മീറ്റിംഗ് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറയാറുണ്ടല്ലേ. അപ്പോൾ എല്ലാ ആൾക്കാരും എന്താ ഒരു സോപ്പും വേസ്റ്റും ഒരു അല്ലെങ്കിൽ ഹെയർ ഓയിലും ഷാമ്പും വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്ത് പരിപാടി കഴിഞ്ഞ് അതിനപ്പുറം ഒന്നുമില്ല. പിന്നെ അവർ വീണ്ടും അടുത്ത കോൾഗേറ്റിലേക്കും ക്ലോസപ്പിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ കൂടുതൽ. ദയവ് ചെയ്ത് നമ്മൾ എന്താണ് പറയുന്നത് മനസ്സിലാക്കുക. എന്തെങ്കിലും വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രൊഡക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, അല്ലാതെ 10,000 രൂപക്കോ 20,000 രൂപക്കോ വാങ്ങിക്കാനല്ല പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനം എന്തെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു കൺസിസ്റ്റൻസി ചെയ്യുന്ന വ്യക്തിയെ മാറാൻ ശ്രമിക്കുക. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു 100 പോയിന്റിൻ്റെ സാധനം വാങ്ങിക്കാൻ നിങ്ങളുടെ വീട്ടിലേക്കുള്ള അത്യാവശ്യം സാധനത്തിന് ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ 100-150 ആവുന്നുണ്ടോ? എങ്കിലും ഒരു 100 PV പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കാൻ എല്ലാ ആൾക്കാരും ശ്രമിക്കുക. അത് ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ തന്നെ ശമ്പളം വരുന്ന ആൾക്കാർ ആ ഒരു വീക്കിൽ തന്നെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഒരു 1-2 ലോയൽ കസ്റ്റമറെ കണ്ടെത്താൻ ശ്രമിച്ചാൽ മതി.
അല്ലാതെ ഇത് വാങ്ങി നടന്ന് വിറ്റ് നടന്ന് സമയം കളയാതിരിക്കുക. ഒരു 1-2 ലോയൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒന്നിക്ക് നിങ്ങളുടെ സഹോദരി സഹോദരൻ ആരും ആവാം, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലാവാം. അവരുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ, അവരത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫ് ലോങ് കസ്റ്റമർ ആയിരിക്കും. അല്ല, രണ്ടാമത് അവർ ചോദിച്ചില്ല എങ്കിൽ അവർക്ക് നല്ല പ്രൊഡക്റ്റിനോട് എല്ലാ താല്പര്യം. കെമിക്കൽ പ്രൊഡക്റ്റ് ആയാലും പ്രശ്നമില്ല, ആരോഗ്യം നശിച്ചാലും കുഴപ്പമില്ല, വില കുറഞ്ഞ പ്രൊഡക്റ്റ് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഫാമിലി ആയിരിക്കും അത്. അവരെ വിട്ടേക്കുക. രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങളുടെ പ്രൊഡക്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫ് ലോങ് കസ്റ്റമർ ആയിരിക്കും. അവർക്ക് നിങ്ങൾ കൊടുത്ത പ്രൊഡക്റ്റിനോടൊപ്പം അടുത്ത പ്രാവശ്യം വേറെ ഒരു പ്രൊഡക്റ്റിനോട് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 മാസം കഴിയുമ്പോൾ ഒരു 500-1000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു കൺസ്യൂമർ, ലോയൽ കൺസ്യൂമറായി മാറുന്നുണ്ട് അവർ. അങ്ങനെയുള്ള ഒരു 5 കസ്റ്റമറെ കണ്ടെത്താൻ മാത്രമേ നമുക്ക് ഈ ബിസിനസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു സ്ഥാപനത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്യാറുണ്ട്, ആ ബുദ്ധിമുട്ട് ഇതിൻ്റെ അകത്തുണ്ടോ? അത് തിരിച്ചറിയാൻ ശ്രമിക്കുക. നമ്മളിവിടെ ജോലിക്ക് പോയ ആൾക്കാർക്ക് മാത്രമേ അത് അറിയുള്ളൂ. ജോലി ചെയ്യുന്നുള്ള സ്ട്രഗിൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ഒരു പഠനം കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡൻറ്റിനോട് ഈ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിത് കേൾക്കില്ല. കാരണം അവർ പഠിച്ചത് ഒരു ജോലി നേടാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഒരു ജോലി സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്ട്രെസ് എന്താണെന്നോ ബുദ്ധിമുട്ട് എന്താണെന്നോ അറിയില്ല. പഠിക്കുന്ന കുട്ടികൾക്കും അത് അറിയില്ല. പക്ഷെ നമ്മളെപ്പോലുള്ള ജോലി ചെയ്ത ആൾക്കാരൊക്കെ അറിയാം എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോരോ ആൾക്കാർ ഓരോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടോന്നില്ല. അവർ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത ആൾക്കാരായിരിക്കും ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ സിമ്പിളായി ചെയ്തു പോകുന്നുണ്ടോ. അപ്പോൾ ഏതൊരാളും ഇതിൽ സ്റ്റുഡൻസൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് നിങ്ങളുടെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് വെസ്റ്റീജ്. കാരണം ഞാൻ ഇന്നും ആലോചിക്കുന്നത് ഇതൊക്കെ കുറച്ച് മുന്നേ കിട്ടിയിരുന്നെങ്കിൽ ഞാനൊക്കെ എവിടെ എത്തിയിട്ടുണ്ടാവുന്നറിയോ. ഈ 2004 എന്ന സമയത്താണ് ഞാൻ ദുബൈയിൽ വന്നിരിക്കുന്നത്. 2004 വെസ്റ്റീജ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് വെസ്റ്റീജ് കമ്പനിയോടൊപ്പം കൂടിയ വ്യക്തി 1,68,00,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിനെ പോലെ അത്രയൊന്നും ആയിട്ടില്ലെങ്കിലും എന്തെങ്കിലും ആവാൻ നമുക്കൊക്കെ സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇത് മുന്നേ തന്നിട്ടില്ല ആരും. ദൈവം ആ സമയത്ത് നമുക്ക് പരീക്ഷിച്ചായിരിക്കും കുറേ കഷ്ടപ്പാട് തന്നിട്ടുണ്ടാവുക. ഇപ്പോൾ അത് തിരിച്ചറിവിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളോട് എല്ലാവരോടും പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബിസിനസ് ചെയ്യാനുള്ള ചെറിയൊരു മൈൻഡ് സെറ്റിങ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു ഐഡിയ എടുക്കാനുള്ള മൈൻഡൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവമായിട്ടാണ് തോന്നിപ്പിച്ചതെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം. നിങ്ങൾ ഐഡിയ എടുത്തിട്ട് ഇതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് നിങ്ങൾക്ക് തന്നിട്ട് ദൈവം തന്നെയാണ്. അല്ല, ഇത് കളഞ്ഞിട്ട് പോയ ആൾക്കാരെ അതും ദൈവം തന്നെയാണ്. അവരോട് ചെയ്യേണ്ട, നിങ്ങൾ ഒരു കാലത്തും ഇത് രക്ഷപ്പെടേണ്ട എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ് പല ആൾക്കാരും. ഇത് കേൾക്കാനും നിൽക്കില്ല. ഇതുപോലുള്ള പല സംഭവങ്ങൾ കണ്ട് പേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. പല സ്ഥലത്ത് പൈസ കൊണ്ട് കളഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവും. പൈസ കളയുന്ന ആൾക്കാർ നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരം കൊണ്ടാണ് പൈസ കൊണ്ട് കളഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് പൈസ കളഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. വെറുതെ വീട്ടിലിരുന്നാൽ പൈസ കിട്ടുന്ന പരിപാടിയിൽ പോയി തല വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ആൾക്കാരുടെ പൈസ പോകുന്നത്. അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കുറേ ചാക്കിൽ സാധനം വാങ്ങിച്ചു വെക്കുന്ന കമ്പനിയിൽ പോയി പെടുമ്പോഴാണ് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുന്നത്. 50 രൂപ കൊടുത്ത് സോപ്പ് വാങ്ങിച്ച് കുളിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ് ഉള്ളത്? 50 രൂപ അല്ലെങ്കിൽ 40 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ സോപ്പ് കിട്ടാറുണ്ടോ? ആ ഒരു റേഞ്ചിലുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ നമുക്കൊരു അവസരം തരുവാണ്. ഇത്രയും വർഷങ്ങളായിട്ട് സിനിമാക്കാരും TV ചാനലുകളും വാരി കോരി കൊണ്ടുപോകുന്ന പൈസ, നമ്മളുടെ അധ്വാനിച്ച പൈസ ഒന്ന് തിരിച്ചറിഞ്ഞുകൂടെ? നമ്മളെ ഒരു ലക്സ് സോപ്പിൻ്റെ പരസ്യം പറയാൻ, ഒരൊറ്റ സോപ്പിൻ്റെ പരസ്യം പറയാൻ 5 കോടി വാങ്ങിക്കുന്ന സിനിമാക്കാരാണ്. അവർ ഇന്നേ വരെ ആ ലക്സ് സോപ്പ് ഉപയോഗിച്ച് കുളിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് പൈസ പോകുന്നത് അവരുടെ അക്കൗണ്ടിലേക്കാണ്. ഇത് TV ചാനലുകൾ മാറി മാറി കാണിക്കുന്നത് ഈ പരസ്യങ്ങൾ. ഇന്ന് TV ചാനലിൽ കാണുന്ന ആൾക്കാർ കംപ്ലീറ്റ് നെഗറ്റീവ് വാർത്തകൾ കേൾക്കുന്നതിനിടെ ഒരു പരസ്യം കാണുന്നുണ്ടോ അല്ലേ? ഫുള്ള് നെഗറ്റീവ് വാർത്തകൾ മാത്രമേ നമ്മുടെ വാർത്താ ചാനൽ ഇപ്പോഴുള്ളൂ. അവർ കോടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം ഇന്ന് നമ്മളുടെ ജനങ്ങൾക്ക് ആഗ്രഹം നെഗറ്റീവുകൾ കേൾക്കാനാണ്. നെഗറ്റീവ് വാർത്ത കേൾക്കാൻ വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്ന ആൾക്കാർ സമയം കളയുന്ന ആൾക്കാരാണ്. ഞാനൊന്ന് TV പോലും തുറക്കാതെ പോയി. എൻ്റെ TV 3 വർഷമായി ഞാൻ തുറന്നിട്ട് TV അതേപോലെ പോയി ഓണാവുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ന്യൂസ് പോലെ ലാപ്ടോപ്പിൽ തുറന്നു നോക്കും, അപ്പോൾ തന്നെ ക്ലോസിങ് ചെയ്യും. കാരണം കാര്യം മാത്രം അറിഞ്ഞാൽ മതി, അതിനപ്പുറം എനിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത്രയോ വർഷങ്ങളായിട്ട് ഫേസ്ബുക്കിൽ ഒരുപാട് സമയം കളഞ്ഞൊരു വ്യക്തിയായിരുന്നു ഞാൻ. 1 രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചേക്കും. കുറേ ചങ്ങായിമാർക്ക് ഗുഡ് മോർണിംഗ് അയക്കലും അത് അയക്കലും ഒരു കാര്യമില്ല. ആ ചങ്ങായിമാരൊന്നും നമ്മളൊരു ദുരന്തത്തിൽ പോകുന്ന സമയത്തൊന്നും നമ്മൾ ആരും സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ കൈ പിടിച്ച് ഉയർത്താനോ നമ്മളിവിടെ ആരും ഉണ്ടാവില്ല. അത് തിരിച്ചറിയാൻ ശ്രമിക്കണം. കാരണം കൂട്ടുകാരന്മാർ മെസ്സേജ് അയക്കാനും ചിരിക്കാനും കുറ്റപ്പെടുത്താനും നിരുത്സാഹപ്പെടുത്താനും മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകാനും കൂടെ നിർത്താനും ആരും ഉണ്ടാവില്ല. അത് തിരിച്ചറിയാൻ ശ്രമിക്കുക നിങ്ങൾ എല്ലാ ആൾക്കാരും. കാരണം ഞാനൊക്കെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ആർക്കെങ്കിലും ഈ ഒരു ഓർഗനൈസേഷൻ ആർക്ക് വേണമെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ടീമിനോടൊപ്പം നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. ആ ഗ്യാരണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതിൽ ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു വിഷമെങ്കിലും ലൈഫിലുണ്ടെങ്കിൽ, അവിടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം നിങ്ങളുണ്ടെങ്കിൽ, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ നിങ്ങളോട് നിന്ന് വർക്ക് ചെയ്തിരുന്നു. കാരണം എനിക്ക് ഒരു മടിയുമില്ല.
ഒരു പണിയെടുക്കാനോ ആരെ കൂടെ നിന്ന് വർക്ക് ചെയ്യാനും എനിക്ക് ആകെ 2-3 മണിക്കൂർ മാത്രം ഉറങ്ങാൻ മതി. ബാക്കി ഫുൾ ടൈം വെസ്റ്റീജിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അതിന് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഫാമിലി കൂടെയുണ്ട്. അവരോട് എങ്ങനെ തന്നെ പറഞ്ഞിരിക്കണം, കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കണം എന്ന് എന്നോട് എടുത്ത് പറയാറുണ്ട് എൻ്റെ വൈഫ് എപ്പോഴും. പ്രത്യേകിച്ച് ഭീമാ മേഡത്തിൻ്റെ കാര്യമൊക്കെ മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓരോരോ ആൾക്കാർ എൻ്റെ ഫാമിലി, എൻ്റെ വൈഫ് എന്നും പറയാറുണ്ട്. അവരെല്ലാം കൂടെ നിർത്തി ആർക്കൊക്കെ വരുമാനം വേണോ അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കണം. ഫാമിലിയുടെ കാര്യം ഒന്നും ടെൻഷനില്ല, അവർ ഭംഗിയായി നോക്കാറുണ്ട്. അത്രക്കും സപ്പോർട്ടീവ് ചെയ്യുന്ന എൻ്റെ ഫാമിലി എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുകയാണ്, നമ്മൾക്ക് എപ്പോഴും ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ആദ്യം വാങ്ങിച്ചെടുക്കുക. ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മെൻ്റൽ സപ്പോർട്ട്, നീ ചെയ്തോളൂ കുഴപ്പമില്ല എന്നുള്ളൊരു സപ്പോർട്ട് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും വിജയിക്കാൻ സാധിക്കുന്ന ബിസിനസ്സാണിത്. കാരണം ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് കേട്ട സമയത്ത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. നാളെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് മീറ്റിംഗ് ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്തായിരിക്കും വീട്ടിലുള്ള ആൾക്കാർ നെഗറ്റീവ്, നിനക്ക് വേറെ പണിയൊന്നുമില്ല, കുറേ മീറ്റിംഗ് ആയാലും അറ്റൻഡ് ചെയ്യുന്നു പറയുമ്പോൾ സംഭവം അതാ തീർന്നു. ഇനി അടുത്ത ആഴ്ചത്തെ ടീം മീറ്റിംഗ് വന്നാലും വീണ്ടും ചാർജ് ആവുള്ളൂ. നിങ്ങളിത് മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ വെറുതെ ഇതിൽ ചാർജ് ചെയ്യാതിരിക്കാതെ ആക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. എത്ര മീറ്റിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുക. ഒരാളോടെങ്കിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു ദിവസം ചെയ്യാൻ ശ്രമിക്കുക. 2 മണി എന്നൊരു മീറ്റിങ്ങിൽ ഈ സെയിം ലിങ്കിൽ ഒരാളെങ്കിലും ഞാൻ കൊണ്ട് ഇരുത്തും എന്നുള്ളൊരു തീരുമാനം ഇതിനകത്തുള്ള ആൾക്കാർ എടുക്കുകയാണെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ഒരു 3 മാസം ചെയ്യാൻ തയ്യാറാണെങ്കിൽ 90 ദിവസം നിങ്ങൾ ആ ആക്ടിവിറ്റി ചെയ്യാൻ 90 ഡേയ്സ് മിഷൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ 90 ദിവസം കൊണ്ട് ഈ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരാളെങ്കിലും 2 മണിയിലെ പ്ലാനിൽ എത്തിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്നിപ്പോൾ 55-60 പേരാണ് 2 മണിക്കുള്ള പ്ലാനിൽ വരുന്നത്. അതേപോലെ 5 മണിക്കുള്ള പ്ലാനിലും 9 മണിക്കുണ്ടെങ്കിൽ അതേപോലെ ആ സമയത്തും വരുന്നുണ്ട്. എത്ര ആൾക്കാരാണ് പുതിയ ആൾക്കാർ വരുന്നത്. വരുന്ന ആൾക്കാരെ അരമണിക്കൂർ ഇരിക്കുവാണെങ്കിൽ അവർ ജോയിൻ ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ പല ആൾക്കാർ ഇതിനെ കണ്ടിട്ട് പോലും മനസ്സിലാക്കാതെ എന്നെ കൊണ്ട് സാധിക്കില്ല, ഇത് അവർക്ക് മാത്രമേ സാധിക്കൂ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. കാരണം നിങ്ങളല്ല പ്ലാൻ കൊടുക്കുന്നത് നമ്മളെല്ലാവരും കുറേ ലീഡേഴ്സ് കൂടെ ചേർന്നിട്ട് പ്ലാൻ കൊടുക്കുന്നതാണ്. നിങ്ങൾ അവിടെ ഇരുത്താൻ മാത്രം ഒന്ന് ശ്രമിച്ചാൽ മതി. കാരണം ഇത് ഒരാളോടല്ല പറയേണ്ടത്, ഒരു 5-10 പേരോടെങ്കിലും പറഞ്ഞാൽ ഒരാളെങ്കിലും ഇരിക്കാൻ തയ്യാറാവും. അതിന് നിങ്ങൾക്ക് ആദ്യം കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ആദ്യം വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുക. നിരന്തരം നിങ്ങൾ അപ്ലൈനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്ലൈൻ നിങ്ങൾ ആരാണോ ആക്റ്റീവായ അപ്ലൈൻ കേട്ടോ, ജോയിൻ ചെയ്യിപ്പിച്ച് ഐഡിയ ഉപയോഗിച്ച് എടുത്ത് വിട്ട് അപ്ലൈനെ വിളിക്കുകയോ ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളിതിൽ കൊണ്ടുവന്ന് ഐഡിയ എടുത്തതിന് ശേഷം പിന്നെ ഒരു കാര്യത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടെങ്കിൽ മറന്നേക്കാതെ അവരെ അതിന് മേലുള്ള അപ്ലൈനായിട്ട് സംസാരിക്കുക. കാരണം ഒരു സപ്പോർട്ടും ചെയ്യാതെ അപ്ലൈൻ്റെ കൂടെ നിൽക്കരുത്, അവർ മൈൻഡ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഒരുപാട് അപ്ലയൻസ് ഉണ്ടാവും, ഐഡിയ എടുത്തു തരും. കാരണം അവരുടെ ആവശ്യത്തിന് വേണ്ടി ഐഡിയ എടുത്തു പോകുന്ന ആൾക്കാരുണ്ടാവും. അവരെ വിളിക്കുകയും ചെയ്യേണ്ട, അവരോട് കാര്യം പറയുകയും വേണ്ട. നിങ്ങൾ ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത്, ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളോട് ആരാണോ കൂടുതൽ സംസാരിക്കുന്നത് അവരുമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കുക. സംസാരിക്കുക വെച്ചാൽ ചായ കുടിച്ചോ എന്നല്ല, ഭക്ഷണം കഴിച്ചോ സുഖമാണെന്നല്ല, ആ കാര്യത്തിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. ഗുഡ് മോർണിംഗ് ഞാൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വാക്കാണ് ആ ഗുഡ് മോർണിംഗ്. പല ആൾക്കാരും എന്നെയും ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ഗുഡ് മോർണിംഗ് അയച്ച ഒറ്റ പോക്കാണ്. നേരത്തെ സുഷിത പറഞ്ഞ കറക്റ്റാണ്. ഞാൻ അങ്ങോട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് കാരണം എൻ്റെ കൂടെ ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് ഓരോ ആൾക്കാരും മെസ്സേജ് അയക്കാൻ പറ്റില്ല. ബ്രോഡ്കാസ്റ്റ് ചെയ്യും, അവരും അതേപോലെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അതേ ഗുഡ് മോർണിംഗ് ഇങ്ങോട്ട് തിരിച്ചു വായിച്ചത് കടം പീടി ഒരു പ്രശ്നമില്ല, ആർക്കും ബുദ്ധിമുട്ടില്ല, എനിക്കും നഷ്ടമില്ല, ഷാജി സാറിനും നഷ്ടമില്ല എന്നാണ്. ഞാൻ ആ ഗുഡ് മോർണിംഗ് അയക്കുന്നത്, എനിക്ക് ഗുഡ് മോർണിംഗ് വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയക്കാനാണ് ഞാൻ പറഞ്ഞത്. വരുമാനം വേണമെന്ന് ആഗ്രഹങ്ങൾ അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. കാരണം ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ടീം അങ്ങനെ പടർന്ന് പന്തലിച്ച് പോയിക്കൊണ്ട് എനിക്ക് തന്നെ തിരിയുന്നില്ല ആരാ ഏത് ടീമിലാണ്, ഒരു ഐഡിയ ഇല്ല. പണ്ട് എല്ലാവരും എനിക്ക് അറിയാമായിരുന്നു, എനിക്ക് അറിയാത്ത ഒരു ടീമിൽ ഒരു മെമ്പർ പോലും ഇല്ല. ഇപ്പം എനിക്ക് ആരാണ് എനിക്ക് ഏത് ടീമിലാണെന്ന് അറിയില്ല എന്ന് പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അത് ഇതുവരെ ഈ 3 വർഷമായിട്ട് എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. നമ്മുടെ ആക്ച്വലി വിന്നിംഗ് ടീം എന്നൊരു ഓർഗനൈസേഷൻ 1000 പ്ലാൻ ചലഞ്ച് ഓഗസ്റ്റ് 15 തുടങ്ങി. അവർ പറഞ്ഞ ഡേറ്റ് ജനുവരി 31 1000 പ്ലാൻ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി 2 മാസം കൊണ്ട് 1000 പ്ലാൻ കാണിച്ചു കഴിഞ്ഞു. 500ഓളം ജോയിനിങ് നമ്മൾ ഓർഗനൈസേഷനിൽ ആയിക്കഴിഞ്ഞു. അതിൽ ഏകദേശം വളരെ സീരിയസ് ആയിട്ട് ഇപ്പം വന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ സീരിയസ് ആയിരിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം അത് കുറച്ച് ആൾക്കാർ മാത്രമേ 1000 പ്ലാൻ ചലഞ്ച് ഏറ്റെടുത്തുള്ളൂ എന്ന് ഒറ്റ വിഷമം മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ 73 പേര് ഇപ്പോഴും ഉണ്ട്. ഈ 73 പേരും നാളെ ഈ 1000 പ്ലാൻ ചലഞ്ച് എടുത്തൂടെ? നമ്മൾ ഈ ഒരു കുറച്ച് ആൾക്കാർ, എനിക്കൊന്നൊരു 10 ലീഡേഴ്സ് മാത്രമേ ആ ചലഞ്ച് ഏറ്റെടുത്ത് വർക്ക് ചെയ്തിട്ടുള്ളൂ. ആ 10 ലീഡേഴ്സ് വർക്ക് ചെയ്തപ്പോൾ 1000 പ്ലാൻ കാണിച്ചു. പക്ഷേ 1000 പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനിലാണ് ഇത്രയും ആൾക്കാർ വന്നിരിക്കുന്നത്. 35 ആൾക്കാരൊക്കെ ഇന്നലത്തെ ഒരു പ്ലാനിലുണ്ടായിരുന്നു. ആ വ്യക്തികൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ തയ്യാറായി. ഏത് നെറ്റ്വർക്ക് ചെയ്താലും ഏത് നെറ്റ്വർക്ക് പരാജയപ്പെട്ട് കഴിഞ്ഞാലും അവരെ കൊണ്ട് ഇരുത്താൻ സാധിക്കുവാണെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം കേട്ടോ. കുറേ ഫ്രോഡുകളും എന്നോട് കയറി വരും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട.
ആവശ്യക്കാരുണ്ടെങ്കിൽ അവരെ വിജയിച്ച് കൊടുക്കാനും അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാനും നമ്മൾ ഓർഗനൈസേഷൻ തയ്യാറാണ്. ഒരുപാട് ലീഡേഴ്സ് അതിന് തയ്യാറാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ലീഡേഴ്സ് ഒത്തിരി നമ്മുടെ ടീമിലുണ്ട്. നിങ്ങൾക്ക് വിജയിക്കാൻ അത് സാധിക്കുന്നുണ്ടാവും. എല്ലാവരും അതിനുവേണ്ടി തയ്യാറായി നിൽക്കുക. സമയമായോ? ഓക്കെ. എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് എന്താ വെച്ചാൽ രാവിലെ 6 മണിക്കുള്ള CEP കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതാണ് നിങ്ങൾക്ക് ബിസിനസ് ഉയരാനുള്ള ഏറ്റവും നല്ല ക്ലാസ്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള വീട്ടമ്മമാർ ഏറ്റവും തിരക്കുള്ള സമയമാണ് രാവിലെ 6 മണി എങ്കിൽ പോലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. എങ്ങനെയെങ്കിലും അത് ഓണാക്കി വെച്ച് രാവിലെ റേഡിയോ കേൾക്കുന്നവല്ല, നമ്മളെല്ലാവരും റേഡിയോ ഒക്കെ കേൾക്കുന്ന ആൾക്കാരല്ലേ, അതുപോലെയെങ്കിലും അത് കേട്ടുകൊണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ നിങ്ങൾ അടുക്കള പണിയും സ്പീഡായി നടക്കും, കുട്ടികളെ യൂണിഫോം ഇട്ട് വിടുന്ന കാര്യം സ്പീഡായി നടക്കും, എല്ലാ കാര്യവും സ്പീഡായി നടക്കും. 1-2 മണിക്കൂർ പണി നിങ്ങൾക്ക് പെട്ടെന്ന് നടക്കുന്നുണ്ടാവും, ബാക്കി നിങ്ങൾക്ക് വെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടും. ഫുൾ ഹൈ എനർജി ആയിരിക്കും ആ 1 മണിക്കൂർ കൊണ്ട്. ഞാൻ ഒരാഴ്ച ഓണത്തെ സമയത്ത് അത് ബന്ധാക്കിയ സമയത്ത് എന്നെ എത്ര ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടോ, സാർ അത് എങ്ങനെയെങ്കിലും ഓണാക്കി തരും, അതില്ലാത്ത ഒരു എനർജി കിട്ടുന്നില്ല എന്നിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പോൾ 60 പേരും 55 പേരൊക്കെ ഒരു ദിവസം കയറുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിചാരിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസംബർ ആകുന്ന സമയത്ത് 100 പേരുള്ള CEPയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടാവും. കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അതുപോലെ തന്നെ ഒരു 90 ദിവസം, ഇന്ന് 11-12 അടുത്ത, ഇന്ന് മുതൽ അങ്ങോട്ട് ഒരു 90 ദിവസത്തെ ആക്ഷൻ പ്ലാൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളെല്ലാവർക്കും 1000 പ്ലാൻ ചലഞ്ച് വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഇന്ന് കേരളത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ ഓർഗനൈസേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓൺലൈനിലൂടെ നമ്മൾ റെക്കോർഡ് സൃഷ്ടിക്കാൻ പോവാണ്. ഓൺലൈനിലൂടെ ഈ DUCDമാരുടെ ബഹളം ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ DUCDമാരെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയെ മാറും നമ്മൾ ഓർഗനൈസേഷനിൽ. ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ നമ്മുടെ ടീമിലുണ്ടാവും. അത് ഏത് ടീമിലാണെന്ന് പറഞ്ഞു നടക്കുന്ന ലെവലിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. അതിന് നിങ്ങൾ തയ്യാറാണോ? ആണെങ്കിൽ എസ് അടിച്ചോ, എന്തെങ്കിലും അടിച്ചോ, എസ്സോ ലൈക്കോ എന്തെങ്കിലും അടിക്കുക. എല്ലാവരും ഉണ്ടാവണം. അടുത്ത ചൊവ്വാഴ്ചത്തെ ടീം മീറ്റിൽ ഇന്ന് 5 പേര് മാത്രമേ കുറവുണ്ടായിട്ട് 95 പേര് ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ 100 ഒരാൾക്കെങ്കിലും ഇതിൽ കയറാൻ പറ്റിയിട്ടില്ല, ഹൗസ്ഫുള്ളായി എന്ന് പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര നോക്കിയിട്ടും അതായിട്ടില്ല, 95 നിന്നു. പക്ഷേ അടുത്ത പ്രാവശ്യം ഒരു 10 പേർക്കെങ്കിലും ടീം മീറ്റിൽ കയറാൻ പറ്റാതാവണം. അതിന് നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം. ഇന്ന് കയറി എല്ലാ ആൾക്കാരും അടുത്ത ചൊവ്വാഴ്ചത്തെ ടീം മീറ്റിൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഒരു പുതിയ വ്യക്തിയെങ്കിലും നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുവാണെങ്കിൽ 90 അല്ല 150 ആൾക്കാരുണ്ടാവും. ഒരു 50-60 പേര് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ടാവും. അങ്ങനെ ആക്കാൻ തയ്യാറല്ല എല്ലാവരും. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക. നിങ്ങളെല്ലാവരും അപ്ലൈ നോക്കി. ഇവിടെ എസ് അടിച്ച ആൾക്കാരൊക്കെ നോക്കിയോ, എല്ലാവരും എനിക്ക് ഓർമ്മയൊന്നും കിട്ടില്ല. നിങ്ങളെല്ലാ ലീഡേഴ്സും ചെക്ക് ചെയ്ത് ഇതിൽ എസ് അടിക്കുന്ന ആരൊക്കെയാണോ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക, അവർക്കൊരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ തയ്യാറാവുക. കാരണം നമ്മൾ ഇപ്പോഴാണ് ഓരോ ലീഡേഴ്സും നല്ല നല്ല വരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലം മുന്നേയൊക്കെ 5000, 10000, 15,000 ഒക്കെ തട്ടിമുട്ടി കളിക്കുന്ന സമയമാണെങ്കിൽ ഇന്നിപ്പോൾ 20, 25, 30 ലെവലിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഒരു 20 കഴിഞ്ഞാൽ പിന്നെ കൂടുന്നത് 15,000, 20,000 കൂടുക കേട്ടോ. 1000, 500, 100 അല്ല കൂടുക. പിന്നെ കൂടുന്നത് 15,000, 20,000, 25,000 കൂടുക. ഡബിൾ. കാരണം ഏപ്രിൽ മാസം ഞാൻ കണ്ട വ്യക്തിയുടെ വരുമാനം 10 ലക്ഷമായിരുന്നു. ഇന്നിപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനം 17 ലക്ഷമായി മാറിയിട്ടുണ്ട്. 7 മാസം കൊണ്ട് 7 ലക്ഷം രൂപ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്രക്കും വലിയൊരു ബിസിനസ്സിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. യാതൊരു കാരണവശാലും ആരെങ്കിലും കളിയാക്കി നെഗറ്റീവ് ആക്കി അവരുടെ ദേഷ്യമൊന്നും വരണ്ട. 2 വർഷം കഴിയുമ്പോൾ അവർ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്നുണ്ടാവും. അതുകൊണ്ടാണ് ദേഷ്യം വേണ്ട പറഞ്ഞു കേട്ടോ. അവരെ ചിരിച്ചുകൊണ്ട് ഉള്ളിലൊരു പുച്ഛിച്ചുകൊണ്ട് ചിരിക്കുക. മധുര പ്രതികാരം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അവരോട് വേറെ ഒരു വേദനയും അവർ കൊടുക്കണ്ട. നമ്മൾ വിജയിച്ചുകൊണ്ട് നമ്മളുടെ വരുമാനം 1 ലക്ഷം 2 ലക്ഷം കാണിച്ചുകൊണ്ട് അവരെ നമുക്ക് ഈ ഒരു പ്രതികാരം അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാളെ രാവിലത്തെ 6 മണിയുടെ CEPയിൽ ഇന്നുണ്ടായ എല്ലാവരും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. 100 നാളെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഉണ്ടാവും. നാളെ ആക്ച്വലി വിന്നിങ് ടീമിൻ്റെ ആണ്, നമ്മളതല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതുപോലെ പറഞ്ഞിട്ട് പോയി, എനിക്ക് വിഷമമായിപ്പോയി. വിന്നിങ് ടീമിൻ്റെ CEP ആണ്, അതിൽ കുറേ ആൾക്കാരുണ്ടാവും. മറ്റന്നാളത്തെ CEPയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. നാളെ നിങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ നോക്കുന്നില്ല. മറ്റന്നാളത്തെ CEPയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. അതുമാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള 2 മണിൻ്റെ പ്ലാനിൽ ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇതിലുള്ള ഓരോ ആൾക്കാരും, രാജേഷ് ചേട്ടൻ്റെ, സുകുമാരൻ ചേട്ടൻ്റെ, വിനീഷിൻ്റെ, ഓരോ ആൾക്കാരും പേര് പറയുന്നില്ല. നിങ്ങളുടെ എല്ലാ ആരാണ് ഇൻവൈറ്റ് ചെയ്ത് വെച്ചാൽ എനിക്ക് എഴുതാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. പണ്ട് ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു, മൊബൈൽ നമ്പർ എഴുതി. ഇപ്പോൾ സമയം കിട്ടുന്നില്ല. എനിക്ക് എഴുതാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടുതരണം. കാരണം ഈ ടീം മീറ്റ് കുറച്ചും കൂടി ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഭീമ മാഡത്തിന് ടീം മീറ്റ് ഭീമ മാഡം നടത്തിക്കൊണ്ടു. കാരണം അത്രയ്ക്കും സ്പീക്കേഴ്സ് അവിടെ വളർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ആവശ്യം അവിടെ ഇല്ല. കുറച്ച് കഴിയുമ്പോൾ അവരുടെ തന്നെ സ്വന്തം ലിങ്കിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. എപ്പോഴെങ്കിലും ഒരു ഗസ്റ്റായിട്ടൊക്കെ നമ്മൾ വിളിച്ചാൽ മതി. ആ ലെവലിലേക്കാണ് ആ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ വിനോദിൻ്റെ ടീമുണ്ടാവും, സുകുമാരൻ ചേട്ടൻ്റെ ടീമുണ്ടാവും, നീതി വിളിച്ച ടീമുണ്ടാവും, ഓരോ ആൾക്കാരുടെ ടീം മീറ്റ് ഉണ്ടാവും. അടുത്ത വർഷം 2025 തീരുന്ന സമയത്ത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഓരോരോ ടീം മീറ്റ് ആയിരിക്കും. എന്നെ വെറും ഗസ്റ്റായിട്ട് മാത്രം വിളിച്ചാൽ മതി. അത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാവരോടും പറയുകയാണ്, നമുക്ക് തകർക്കാം സുഹൃത്തുക്കളെ, തകർക്കാം. വേറെ ഒന്നും പറയാനില്ല. അത്രക്കും നല്ല ഒരു ടൈമിലാണ് നമ്മൾ പോയിക്കുന്നത്. വി ആർ ഇൻ മൊമെൻറ്റം, വി ആർ ഇൻ സ്പീഡ്.
എത്ര ഇ വേണോ നിങ്ങൾ ചേർത്ത് കൊടുത്തോ, അത്രയും സ്പീഡിലാണ് പോകുന്നത്. വന്ദേ ഭാരതിനെക്കാട്ടും സ്പീഡിലാണ് നമ്മളുള്ളത്. ഓക്കെ, താങ്ക് യു, വിഷ് യു വെൽ. ബാക്ക് ടു പവർഫുൾ MC സുഷിത മാഡം. ഒറ്റ മിനിറ്റ്, ഞാൻ അൺമ്യൂട്ട് ആക്കി തരാം. താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു. എന്താ പറയേണ്ടത് പോലും അറിയത്തില്ലാത്ത ഒരു അവസ്ഥ. എന്തായാലും നമ്മ പൊളിക്കും അല്ലേ? എല്ലാവരും പൊളിക്കൂലേ? പറയാനായിട്ട് ആകെ 5-6 പേര് മാത്രമാണ് ക്യാം ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാലും നമ്മ ഈ 2025 നമ്മൾ പൊളിച്ചെടുക്കും. കാരണം അത്രയും ഒരു ഗ്രോത്തിലാണ് നമ്മുടെ ഓർഗനൈസേഷൻ പോകുന്നത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് പോകുന്നത്. പിന്നെ ഇവിടെ സാർ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ സിന്ധു മാഡത്തിനെ ആരും അധികം പേരും കണ്ടിട്ടുണ്ടാവില്ല. സിന്ധു മാഡം പറയുന്ന ആളുകളെയാണ് സാറ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ സാറിനെ എപ്പോഴും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ സിന്ധു മാഡം പറയും, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ, കൂടുതൽ മെസ്സേജ് ചെയ്യുന്ന ശല്യം ചെയ്യുന്നവരെ അവരെ സപ്പോർട്ട് ചെയ്യൂ, അവർക്ക് ഇൻകം വാങ്ങിച്ചു കൊടുക്കൂ. അതൊരു ബാക്ക് സപ്പോർട്ടാണ്. ബാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകതരം ഒരു ജനസിൽ പെട്ട ഒരാളാണ് കേട്ടോ. അപ്പൊ എല്ലാവരും മാക്സിമം നിങ്ങൾ ഈ ഒരു അപ്ലയൻസിനെ മാക്സിമം പിഴിഞ്ഞ് അവരെ അഴയിലിടുന്ന രീതിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവരും വരുമാനത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ നമുക്ക് ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മളെ അടിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം അഭിഷാദ് ഗുരുവായൂരിന്റെ ഒരു മോട്ടിവേഷൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോ അതിൽ പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് പേര് അടിച്ച് തകർക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? അടിക്കുന്നവരുടെ മുകളിൽ കൂടെ പറക്കണം എന്ന്. മുകളിൽ കൂടെ പറക്കുമ്പോ എന്താ, ഈ അടിയൊക്കെ നമുക്ക് ടാറ്റ തരുന്ന പോലെ ആക്കണം നമ്മൾ. അപ്പോ എല്ലാവരെ കൊണ്ടും നമുക്ക് ടാറ്റ തരുന്ന രീതിയിൽ ആക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് ഉണ്ടാവും. കാരണം നമ്മൾ അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ കൂടെയാണ്. അപ്പോൾ ഒരുപാട് തളർച്ചകൾ ഉണ്ടാവും. പിന്നെ എനിക്ക് സുകുമാരൻ ചേട്ടനോട് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, അടുത്ത ആഴ്ച അല്ലെങ്കിൽ സുകുമാരൻ ചേട്ടൻ മീറ്റിംഗിന് വന്നിരിക്കുമ്പോൾ ചേച്ചിനെ കൂടെ വിളിച്ച് അടുത്തിരുത്തണം. ഓക്കെ, അതൊരു പ്രത്യേക റിക്വസ്റ്റ് ആണ്. ചേച്ചിനെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഇതൊരു നമ്മുടെ ഫാമിലി മീറ്റ് അല്ലേ? അപ്പൊ കാണുന്ന കുറെ നാൾ മുമ്പ് കണ്ട മുഖങ്ങളെയൊക്കെ ഒന്ന് കാണണം എന്നൊരു ആഗ്രഹം. അപ്പൊ എല്ലാവർക്കും വലിയൊരു സക്സസും അതുപോലെ തന്നെ ഉണ്ടാവട്ടെ. എല്ലാവരും നാളത്തെ CEP-യില് വിന്നിംഗ് ടീമിന്റെ CEP ആണ്. എന്നാൽ കൂടെ അതിൽ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ CEP ഇനി പവർഫുൾ ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. 365 ദിവസത്തേക്കുള്ള സെഷൻസ് എല്ലാം കംപ്ലീറ്റ്ലി റെക്കോർഡഡ് ആണ്. എല്ലാം പാക്കപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടീം മീറ്റിലേക്ക് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുക. അടുത്ത ആഴ്ചയിലത്തെ ടീം മീറ്റിൽ 100% ഇപ്പൊ പറഞ്ഞ പോലെ ആളുകളെ കേറ്റാതിരിക്കാൻ ശ്രമിക്കത്തക്ക രീതിയിൽ 100 നമുക്ക് തികയ്ക്കണം. അപ്പൊ എല്ലാവർക്കും വലിയൊരു വിജയം ആശംസിക്കുന്നു. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.